Okay, good afternoon, everybody. Today we are passing over to the next section of Ken Repertory. ഇയർ വരെ കംപ്ലീറ്റ് ആയി ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് പോർഷൻ ഈസ് ഹിയറിംഗ്. ഹിയറിംഗിൽ നമ്മൾ പറയുന്നത് സ്മോളസ്റ്റ് ചാപ്റ്റർ ഇൻ ദ Ken Repertory according to rubrics. Only 4 rubrics in hearing chapter. What all these rubrics? ആ റൂബ്രിക്സ് ഏതൊക്കെയാണ്? 4 റൂബ്രിക്സ്. അക്യൂട്ട്, ഡിസ്റ്റന്റ്, ഇല്യൂഷൻ, ഇമ്പയർഡ്. അക്യൂട്ട്, ഡിസ്റ്റന്റ്, ഇല്യൂഷൻ, ഇമ്പയർഡ്. ഇതാണ് ആ 4 റൂബ്രിക്സ് കേട്ടോ. അപ്പോൾ ഈ 4 റൂബ്രിക്സ് എങ്ങനെയായാലും പഠിക്കണം. പിന്നെ ആ 4 റൂബ്രിക്സിന് കുറേ സബ് റൂബ്രിക്സ് ഉണ്ട്. അതിൽ കുറേ ഒരു അൺയൂഷ്വലായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന കുറേ സിംറ്റംസ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് കേട്ട നല്ല പരിചയമുള്ള സിംറ്റംസും അതിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ആയിക്കൂടെ ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിനിക്കലി കുറേ യൂസ്ഫുൾ ആയിരിക്കും. സോ അക്യൂട്ട്, ഡിസ്റ്റന്റ്, ഇല്യൂഷൻ, ഇമ്പയർഡ്. ഹിയർ ഹിയറിംഗ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരുന്ന കനോട്ട് ഡിറ്റക്ട് ദ ഡയറക്ഷൻ ഓഫ് സൗണ്ട്, കാൺ ഹിയർ ഹ്യൂമൻ വോയിസ്, ഡെഫ് ബട്ട് ഹിയർ ബെറ്റർ ഇൻ നോയ്സ്, എൻലാർജ്മെന്റ് ഓഫ് ടോൺസിൽസ്, ഹാർഡ്നെസ് ഓഫ് ഹിയറിംഗ് വിത്ത്, പാരാലിസിസ് ഓഫ് ഒഡിറ്ററി നെർവ്. ഇതൊക്കെ ഹിയറിംഗിന്റെ ഒരു സബ് റൂബ്രിക്സ് ആണ്. ഇത് ഏത് റൂബ്രിക്കിന്റെ താഴെ വരുന്ന സബ് റൂബ്രിക്സ് ആണ്? അതായത് അക്യൂട്ട് ആണോ, ഡിസ്റ്റന്റ് ആണോ, ഇല്യൂഷൻ ആണോ, ഇമ്പയർഡ് ആണോ? cannot dictate the direction of sound, can't hear human voice, deaf but hear better in noise, enlargement of tonsils, hardness of hearing with paralysis of auditory nerve. ഇതൊക്കെ വരുന്നത് ഹിയറിംഗ് ഇമ്പയർഡ് എന്നുള്ള റൂബ്രിക്കിന്റെ താഴെ വരുന്ന സബ് റൂബ്രിക്സ് ആണ് ഇതൊക്കെ കേട്ടോ. ഹിസ് വോയിസ് സീം ലൗഡ് ടു ഹിം. ഇത് ഹിസ് വോയിസ് സീം ലൗഡ് ടു ഹിം. ഇത് ഹിയറിംഗ് അക്യൂട്ട് വോയിസ് ഹെറോൺ എന്നാണ് ആ റൂബ്രിക്ക്. ഹിയറിംഗ് അക്യൂട്ടിൽ വരുന്ന ഒരു സബ് റൂബ്രിക് ആണ് ഹിസ് വോയിസ് സീം ലൗഡ് ടു ഹിം. ഇതിൽ നമ്മൾ പഠിക്കേണ്ടത് സ്മോളസ്റ്റ് ചാപ്റ്റർ അക്കോർഡിംഗ് ടു റൂബ്രിക് വൈസ് ഓൺലി 4 റൂബ്രിക്സ്: അക്യൂട്ട്, ഡിസ്റ്റന്റ്, ഇല്യൂഷൻ, ഇമ്പയർഡ്. പിന്നെ ജസ്റ്റ് സബ് റൂബ്രിക്സ് നോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ നോസ്. ഇൻ നോസ് വി ഗെറ്റ് സ്മെൽ, sneezing, coryza, catarrha, nostrils, turbinates, posterior nares, etc. സ്മെൽ എന്നുള്ളത് ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ ആണ് നമ്മളൊരു റെപ്പർട്ടറിയിൽ പഠിച്ചു അല്ലേ. കാൻറ്റിൻ്റെ തന്നെ ഒരു ഫൈനൽ എഡിഷൻ എന്ന് പറയുന്ന കാൻസ് ഫൈനൽ ജനറൽ റെപ്പർട്ടറിയിൽ ഒരു ചാപ്റ്റർ ആണ് സ്മെല്ല്. ബട്ട് ഹിയർ ഇൻ കാൻസ് റെപ്പർട്ടറി ദ സ്മെൽ കംസ് അണ്ടർ ദ നോസ് ചാപ്റ്റർ. ഓക്കെ, സോ സ്മെൽ, സ്നീസിങ്, കൊറൈസ, കറ്റാറ, related to nostrils, related to turbinates, related to posterior nares, all comes under the section chapter nose. Okay. Rubric: cancer, epithelioma, epistaxis. നമ്മൾ മറ്റുള്ള 2 റെപ്പർട്ടറിയിൽ നമ്മൾ പഠിച്ചത് നോസ് ബ്ലീഡ് അല്ലെങ്കിൽ നോസ് ബ്ലീഡിംഗ് എന്നാണ്. ഇതിൽ എപ്പിസ്റ്റാക്സിസ് എന്ന ഡയറക്റ്റ് റൂബ്രിക് കൊടുത്തിട്ടുണ്ട് ഇൻ കാൻസ് റെപ്പർട്ടറി. ദെൻ ലിപ്പോമ സിംഗിൾ മെഡിസിൻ സൾഫർ. ഈ ലിപ്പോമ എന്ന വേർഡ് കൊടുത്തിട്ടുള്ളത് നോസ് എന്നുള്ള ചാപ്റ്ററിലാണ്. നമുക്ക് ജനറാലിറ്റീസിൽ ഇൻഡ്യൂറേഷൻ, നോട്ട്സ് അണ്ടർ ദ സ്കിൻ എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. നമ്മൾ കോമൺലി ലിപ്പോമക്ക് എടുക്കുന്ന റൂബ്രിക് അതാണ്. ജനറാലിറ്റീസ്, ഇൻഡ്യൂറേഷൻ, നോട്ട്സ് അണ്ടർ ദ സ്കിൻ. അതാണ് നമ്മൾ സാധാരണ ലിപ്പോമക്ക് എടുക്കുന്ന റൂബ്രിക്. അത് ജനറാലിറ്റീസിലുള്ള റൂബ്രിക്കാണ്. പക്ഷെ അവിടെ ലിപ്പോമ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മൾ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ്സ് എ റൂബ്രിക് ഫോർ lipoma. So here the lipoma is directly given only in the nose chapter. So nose, lipoma, the medicine is sulfur. Okay. Then polypus is given in the nose chapter. പോളിപ്പസ്, ഹെമറേജ്, അങ്ങനത്തെ ഇറപ്ഷൻസ്, അങ്ങനത്തെ എല്ലാ റൂബ്രിക്സും എല്ലാ ചാപ്റ്ററിലും ഓൾമോസ്റ്റ് ഉണ്ട്. അപ്പോൾ പോളിപ്പസ് നോസിലും ഉണ്ടെന്ന് ആലോചിക്കുക കേട്ടോ. ദെൻ അനോസ്മിയക്ക് നമ്മൾ എടുക്കുന്ന റൂബ്രിക്ക് നോസ്, സ്മെൽ, വാണ്ടിങ്, ലോസ്റ്റ്. അപ്പോൾ അനോസ്മിക്കുള്ള റൂബ്രിക്കാണ് നോസ്, സ്മെൽ, വാണ്ടിങ്, ലോസ്റ്റ്. ഇനി ഹേ ഫീവറിന് എടുക്കുന്നത് നോസ്, കൊറൈസ, ആനുവൽ. അപ്പോൾ ഹേ ഫീവറിന്റെ റൂബ്രിക്ക് നോസ്, കൊറൈസ, ആനുവൽ. പിന്നെ സ്നഫിൾസ് ഓഫ് ഇൻഫൻറ്റിന് നമുക്ക് നോസ് സ്നഫിൾസ് എന്ന് കൊടുക്കാം, നോസ് ഒബ്സ്ട്രക്ഷൻ, നഴ്സിംഗ് ഇൻഫൻറ്റ്. ഈ 2 റൂബ്രിക്ക് നമുക്ക് സ്നഫിൾസ് ഓഫ് ഇൻഫൻറ്റിന് ഉപയോഗിക്കാം. നോസ് സ്നഫിൾസ്, നോസ് ഒബ്സ്ട്രക്ഷൻ, നഴ്സിംഗ് ഇൻഫൻറ്റ്. ദെൻ യെല്ലോ
യെല്ലോ സാഡിൽ നമുക്ക് നോസിലും കിട്ടും യെല്ലോ സാഡിൽ നിന്ന്, അതുപോലെ തന്നെ ഫേസിലും യെല്ലോ സാഡിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ 2 സെക്ഷനിലും 2 ചാപ്റ്ററിലും നമുക്ക് യെല്ലോ സാഡിലിൻ്റെ റൂബ്രിക്ക് കിട്ടും, നോസിലും ഉണ്ട് ഫേസിലും ഉണ്ട്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അതർ റൂബ്രിക്സ് സ്നീസിങ് ഉണ്ട്, കൊറൈസ് ഉണ്ട്, കറ്റാറ ഉണ്ട്, അതൊക്കെ നമ്മൾ മറക്കരുത്. പിന്നെ സ്മെല്ലിൻ്റെത് നോസ് സ്മെൽ വാണ്ടിങ് ലോസ് എന്നുള്ളത് അനോസ്മിക്ക് എടുക്കുന്ന റൂബ്രിക്കാണ്. എപ്സ്റ്റാക്സിസ് ഡയറക്റ്റ് ആണ്. ലിപ്പോമ ഓൺലി മെൻഷൻഡ് ഇൻ ദ നോസ് ചാപ്റ്റർ. പിന്നെ സ്നഫിൾസ് ഓഫ് ഇൻഫൻസിന് നോസ് സ്നഫിൾസ്, നോസ് ഒബ്സ്ട്രക്ഷൻ, നഴ്സിംഗ് ഇൻഫൻറ്റ്. ഓക്കെ. ദെൻ ചൈൽഡ് കോൺസ്റ്റന്റ്ലി റബ്ബിംഗ് ദ നോസ്, അതിൽ എടുക്കുന്ന റൂബ്രിക്ക് നോസ് ഇച്ചിങ് റബ്ബിംഗ് കോൺസ്റ്റന്റ്ലി, നോസ് ഇച്ചിങ് റബ്ബിംഗ് കോൺസ്റ്റന്റ്ലി. ഈ ഫ്ലാപ്പിംഗ് ഓഫ് അലാനാസി, ഫ്ലാപ്പിംഗ് ഓഫ് അലാനാസിക്ക് റൂബ്രിക് എടുക്കുന്നത് നോസ് മോഷൻ ഓഫ് വിങ്സ് ഫാൻ ലൈക്ക്, മോഷൻ ഓഫ് വിങ്സ് ഫാൻ ലൈക്ക്. ഇതാണ് ഫ്ലാപ്പിംഗ് അലാനാസിക്ക് എടുക്കുന്ന റൂബ്രിക് കേട്ടോ. ഇനി നേസൽ റിഗർജിറ്റേഷൻ നമുക്ക് 3 സ്ഥലത്ത് കിട്ടും. നേസൽ റിഗർജിറ്റേഷൻ ത്രോട്ട് ഫുഡ് പാസസ് ടു ക്വാനെ, ത്രോട്ട് ഫുഡ് പാസസ് ടു ക്വാനെ ഒരു റൂബ്രിക്കാണ്. അതിൽ തന്നെ ക്രോസ് റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ത്രോട്ട് ലിക്വിഡ് ടേക്കൺ ഫോഴ്സ്ഡ് ഇൻ ടു നോസ്. സെയിം ചാപ്റ്റർ ത്രോട്ട് ലിക്വിഡ് ടേക്കൺ ഫോഴ്സ്ഡ് ഇൻ ടു നോസ്. പിന്നെ ഉള്ളത് നോസ് ലിക്വിഡ് എന്നുള്ള ചാപ്റ്ററിലും സെയിം ലിക്വിഡ് ടേക്കൺ ഫോഴ്സ്ഡ് ഇൻ ടു നോസ് എന്നുള്ളത് സെയിം റൂബ്രിക്ക് കിട്ടും. അപ്പോൾ 3 റൂബ്രിക്സ് ആണ് നേസൽ റിഗർജിറ്റേഷൻ ഉള്ളത്. 2 ത്രോട്ട് ചാപ്റ്ററിലും 1 നോസ് ചാപ്റ്ററിലും. അപ്പോൾ ത്രോട്ടിൽ ഫുഡ് പാസസ് ടു ക്വാനെ, ത്രോട്ട് ആൻഡ് നോസിൽ ലിക്വിഡ് എന്നുള്ള റൂബ്രിക്കും കൂടെ ഉണ്ട് ഫോർ നേസൽ റീഗർജിറ്റേഷൻ. ഇനി പോസ്റ്റ് നേസൽ ഡിസ്ചാർജ് ആണെങ്കിൽ നോസ് കറ്റാറ പോസ്റ്റ് നേസൽ, നോസ് കറ്റാറ പോസ്റ്റ് നേസൽ. അപ്പം നമ്മൾ പഠിച്ചു വെക്കേണ്ടത് മെയിനായിട്ട് ഇവിടെ സ്മെല്ല് വരുന്നുണ്ട്, സ്നീസിങ് വരുന്നുണ്ട്, കൊറൈസ വരുന്നുണ്ട്, കറ്റാറ, നോസ്റ്റിൽസ്, ടർബിനേസ്, പോസ്റ്റീരിയർ നേസ് ഒക്കെ ഞാൻ പഠിച്ചു വെക്കേണ്ടത്. ബാക്കി നമുക്ക് നമ്മുടെ ഒരു മൈൻഡ് വെച്ചിട്ട് നമുക്കത് അതിലാണ് എന്നുള്ളത്. മെയിനായിട്ട് ചോദിക്കുന്നത് നോസും, അതായത് ചാപ്റ്റർ നെയിമും റൂബ്രിക് നെയിമും മാത്രമേ ചോദിക്കുള്ളൂ, സബ് റൂബ്രിക്സ് ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പം ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കത് റൂബ്രിക്സ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ദെൻ കംസ് ടു ഫേസ് ചാപ്റ്റർ. ഫേസിൽ സൈനസസ് ഉണ്ട്, പരോട്ടിഡ് ഗ്ലാൻഡ് ഉണ്ട്, ഔട്ടർ ലിപ്പ്, കോർണേഴ്സ് ഓഫ് മൗത്ത്, ജോ, ചീക്ക്, ഫേഷ്യൽ ബോൺസ്, സൈഗോമ. ഫേഷ്യൽ ബോൺസ്, സൈഗോമ. എന്തൊക്കെയാണ്? സൈനസസ് വരുന്നുണ്ട്, പരോട്ടിഡ് ഗ്ലാൻഡ് വരുന്നുണ്ട്, ഔട്ടർ ലിപ്പ് അതായത് ഇന്നർ ലിപ്പ് മൗത്തിൽ, അതായത് ലിപ്പിന്റെ ഉള്ളിലാണെങ്കിൽ അത് മൗത്തിലാണ് വരിക. ഇന്നർ ലിപ്പ് വരുന്നത് മൗത്തിലാണ്. ഔട്ടർ ലിപ്പ് കാര്യങ്ങളാണ് എവിടെ വരുന്നത്? ഫേസിൽ വരുന്നത്. കോർണേഴ്സ് ഓഫ് മൗത്ത് വരുന്നത് എവിടെയാണ്? ഫേസിലാണ്. കോർണേഴ്സ് ഓഫ് മൗത്ത് വരുന്നത് ഫേസിലാണ്. പിന്നെ ജോ ഉണ്ട്, ചീക്ക്, ചീക്ക് റിലേറ്റഡ് സിംറ്റംസ്, ഫേഷ്യൽ ബോൺസ്, സൈഗോമ ഒക്കെ വരുന്നത് ഫേസിലാണ് കേട്ടോ. ഓക്കെ. സിക്ലി ലുക്ക് അറൗണ്ട് ദ ഐസ്, അത് നമ്മളൊരു എക്സെപ്ഷൻ പഠിച്ചു വെക്കേണ്ടതാണ്. സിക്ലി ലുക്ക് അറൗണ്ട് ഐസ് എന്ന് വരുന്നത് ഐ സിക്ലി ലുക്കാണ്. കണ്ണിൻ്റെ ചുറ്റുമാണെങ്കിൽ പോലും അത് വരുന്നത് നമ്മൾ ഫേസിലാണ് നമുക്കൊരു മൈൻഡിൽ വരിക, പക്ഷേ അത് വരുന്നത് ഐ തന്നെയാണ്. ഐയിലാണ് സിക്ലി ലുക്ക്, അത് പഠിച്ചു വെക്കണം കേട്ടോ. ഐസിലാണ് ഇവിടെ സിക്ലി ലുക്ക് വരുന്നത്, ഐ സിക്ലി ലുക്ക്. ഐബ്രോസ് വരുന്നത് എവിടെയാണ്? ഐബ്രോസ്, ഐബ്രോസ് വരുന്നത് എവിടെയാണ്? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഐബ്രോസ് വരുന്നത് ഐ തന്നെയാണ്. നമ്മൾ പറഞ്ഞില്ല, ഐന്റെ ഡിവിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, ഐ പ്രോപ്പർ, ഐബ്രോസ് ഒക്കെ വരുന്നത് എവിടെയാണ്? ഐ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിൽ സിക്ലി ലുക്ക് അറൗണ്ട് ഐസ് വരുന്നത് ഐ സിക്ലി ലുക്ക് എന്ന് എടുത്ത് പഠിച്ചു വെക്കണം, മറന്നു പോകരുത്. പിന്നെ ഇതിൽ വരുന്നത് നെക്രോസിസ് ഓഫ് ലോവർ ജോ, നമ്മൾ ജോ ഉണ്ടെന്ന് പഠിച്ചു. ഫേസ് പെയിൻ ഏക്കിംഗ് പ്രോസോപാൽജിയ, പ്രോസോപാൽജിയന്റെ രൂപയ്ക്ക് ഫേസ് പെയിൻ ഏക്കിംഗ് പ്രോസോപാൽജിയ എന്നാണ്. പിന്നെ ആംഗുലാർ സ്റ്റൊമറ്റൈറ്റിസ് വരുന്നത് ഫേസിലാണ്. പിന്നെ ഫേസ് റിസസ് സാർഡോണിക്കസ് എന്ന് ഡയറക്റ്റ് റൂബ്രിക് ഉണ്ട്. പിന്നെ ഫേസ് അഫ്തെ ലിപ്പ് ഡയറക്റ്റ് റൂബ്രിക് ആണ്. ഡേർട്ടി മാട്രോൺ ലിപ്പ്, ഇപ്പം നമ്മൾ ലിപ്പ് എന്ന് കാണുമ്പോൾ മൗത്തിലോട്ട് പോകരുത്. ഡേർട്ടി മാട്രോൺ ലിപ്പ് എന്ന് വരുമ്പോൾ ഫേസ് സോഡസ് ലിപ്പ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഡേർട്ടി മാട്രോൺ ലിപ്പ്, ഫേസ് സോഡസ്. പിന്നെ ഹെർപ്പിസ് ലാബിയാലിസ് ആണെങ്കിൽ റൂബ്രിക് ഫേസ് ഇറപ്ഷൻ, ഹെർപ്പിസ് ലിപ്പ് അറൗണ്ട്, ഫേസ് ഇറപ്ഷൻ, ഹെർപ്പിസ് ലിപ്പ് അറൗണ്ട്. പിന്നെ ബാത്തിങ് ഫേസ് അമിലിറേഷൻ എന്നുള്ള റൂബ്രിക്ക് കിട്ടുക ജെൻറാറ്റീസിലാണ്. പക്ഷെ ഷേവിങ് അഗ്രവേഷൻ എന്നുള്ള റൂബ്രിക്ക് കിട്ടുന്നത് ഫേസ് ഷേവിങ് അഗ്രവേഷനിലാണ്. അപ്പോൾ ബാത്തിങ് ഫേസ് അമിലിറേഷൻ ജെൻറാലിറ്റീസിലും ഷേവിങ് അഗ്രവേഷൻ കിട്ടുന്നത്
ഫേസ് ഷേവിങ് അഗ്രവേഷൻ എന്നാണ് റൂബ്രിക് കേട്ടോ. അപ്പോൾ ബേത്തിങ് ഫേസ് ജനറാലിറ്റീസിലും ഷേവിങ് ആണെങ്കിൽ അത് ഫേസിലും ആണുള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ ട്രിസ്മസിന് ഇവിടെ കൊടുത്തിരിക്കുന്ന റൂബ്രിക് ഫേസ് ലോക്ക് ജോ എന്നാണ്, ലോക്ക് ജോ. പിന്നെ മാക്സിലറി സൈനസൈറ്റിസിന് ഫേസ് പെയിൻ സൈഗോമ, ഫേസ് പെയിൻ സൈഗോമ. പിന്നെ റൊഡന്റ് അൾസർ അല്ലേ, നമ്മൾ നോളിമി ടാങ്ക്രേ ഓൺ നോസ് എന്ന് എപ്പോഴും പഠിച്ചതാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, നോളിമി ടാങ്ക്രേ ഓൺ നോസ് മാത്രം എടുത്ത് ചോദിക്കാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നോസ് ആണ് ചാപ്റ്റർ എഴുതുക. പക്ഷെ നോസിലാണോ? അല്ല, ഇറ്റ്സ് ഇൻ ഫേസ് ചാപ്റ്റർ. റൊഡന്റ് അൾസർ or basal cell carcinoma, ഫേസ് ക്യാൻസർ, നോളിമി ടാങ്കറെ ഓൺ നോസ്. ഇത് ഫേസ് ചാപ്റ്ററിലാണ്. നമ്മൾ ഈ ഒരു വേർഡ് മാത്രം തന്നാൽ നോസ് എഴുതി പോകരുത്. ഇസ് ഇൻ ഫേസ് ചാപ്റ്റർ. ഫേസ് ക്യാൻസർ, നോളിമി ടാങ്കറെ ഓൺ നോസ്. അത് റൊഡന്റ് അൾസറിന് എടുക്കുന്ന റൂബ്രിക് ആണ്. സ്വെറ്റ് ഓൾ ഓവർ ദ ബോഡി എക്സെപ്റ്റ് ഫേസ്. ഇവിടെ ഫേസിൽ ഇല്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. എക്സെപ്റ്റ് ഫേസ് നമ്മൾ നേരത്തെ പഠിച്ചു. ഇതിന്റെ ജനറൽ ഐഡിയ അബൌട്ട് ക്യാൻസറെ പറ്റി എടുത്തപ്പോൾ പഠിച്ചു. എല്ലാ പെർസ്പിറേഷൻ അക്കോർഡിംഗ് ടു പെർട്ടിക്കുലർ ആണെങ്കിൽ അത് ആ കറസ്പോണ്ടിങ് ചാപ്റ്ററിലാണ് നോക്കേണ്ടത് അല്ലേ. പെർസ്പിറേഷൻ സ്കാൽപ്പ് ആണെങ്കിൽ അത് ഹെഡിലാണ് നോക്കേണ്ടത്. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷെ ഇവിടെ നോക്കൂ, സ്വെറ്റ് ഓൾ ഓവർ ദ ബോഡി എക്സെപ്റ്റ് ഫേസ്. ഇവിടെ ഫേസിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇവിടെ പോകണം, പെർസ്പിറേഷൻ എന്നുള്ള ചാപ്റ്ററിലാണ് പോകേണ്ടത്. ഇവിടെ ഫേസിൽ ഇല്ലല്ലോ, ഫേസ് അപ്പം അല്ല, ചാപ്റ്റർ ഫേസ് അല്ല. അതുകൊണ്ട് പെർസ്പിറേഷൻ ഫേസ് എന്നാണ് റൂബ്രിക്. ഇവിടെ ഫേസിലല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പെർസ്പിറേഷൻ എന്ന ചാപ്റ്റർ ആണ്, ഫേസ് ചാപ്റ്റർ അല്ല. പെർസ്പിറേഷൻ ഫേസ്. ഇനി ബെൽസ് പാൽസിക്ക് എടുക്കുന്ന റൂബ്രിക് ഫേസ് പാരാലിസിസ്, കോർണേഴ്സ് ഓഫ് മൗത്ത് ഡ്രൂപ്പ്, സലൈവ റൺസ് ഔട്ട്. അതുകൂടാതെ ഫേസ് പാരാലിസിസ് കോൾഡ് ഫ്രം, ഫേസ് പാരാലിസിസ് ഓൺ സൈഡ്. ഇതൊക്കെ നമുക്ക് ബെൽസ് പാൽസിക്ക് കമ്പൈൻഡ് റൂബ്രിക് ആയിട്ട് എടുക്കാം കേട്ടോ. ഫേസ് പാരാലിസിസ്, കോർണേഴ്സ് ഓഫ് മൗത്ത് ഡ്രൂപ്പ്, സലൈവ റൺസ് ഔട്ട്. ഫേസ് പാരാലിസിസ് കോൾഡ് ഫ്രം, ഫേസ് പാരാലിസിസ് വൺ സൈഡ്. നമ്മൾ പരോട്ടിഡ് ഗ്ലാൻഡ് ഇവിടെയാണ് പഠിച്ചല്ലേ, ഇൻഫ്ലമേഷൻ പരോട്ടിഡ്. യെസ്. അപ്പോൾ ഈ പരോട്ടിഡ് ഗ്ലാൻഡ് ഉണ്ട് ഇവിടെ. സബ്മാക്സിലറി ഗ്ലാൻഡിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്, സബ് മെന്റൽ ഗ്ലാൻഡിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്, സബ് ലിംഗൽ ഗ്ലാൻഡിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൽ എഴുതാൻ വിട്ടുപോയതാണ്. പരോട്ടിഡ് ഗ്ലാൻഡ്, സബ്മാക്സിലറി ഗ്ലാൻഡ്, സബ് മെന്റൽ ഗ്ലാൻഡ്, സബ് ലിംഗ്വൽ ഗ്ലാൻഡ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന നമുക്ക് 3 ഇമ്പോർട്ടൻറ്റ് സലൈവറി ഗ്ലാൻഡ് ഉള്ളത്. അതിൽ സബ് മാൻഡിബുലാർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. കെൻട്രപ്പട്രിയിൽ എവിടെയും സബ് മാൻഡിബുലാർ ഗ്ലാൻഡിനെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു ഫേസ് ചാപ്റ്ററിൽ നമുക്ക് കിട്ടുന്ന പരോട്ടിഡ്, സബ് മാക്സിലറി, സബ് മെന്റൽ, സബ് ലിംഗ്വൽ, ഈ 4 ഗ്ലാൻഡ്സ് ആണ് ഫേസിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ബട്ട് സബ് മാൻഡിബുലാർ ഗ്ലാൻഡ് നോട്ട് മെൻഷൻ ഇൻ എനിവർ ഇൻ ദ കെൻട്രപ്പട്രി. സോ പ്ലീസ് നോട്ട് ഡൗൺ, സബ് മാൻഡിബുലാർ ഗ്ലാൻഡ് ഇസ് നോട്ട് മെൻഷൻഡ്. ഇനി ഹെയർ ഗ്രോത്ത് ഓൺ ചൈൽഡ് ഫേസ് ആണെങ്കിൽ ഫേസിൽ ഹെയർ ഗ്രോത്ത് ഓൺ ചൈൽഡ് ഫേസ് ആണ് കേട്ടോ. ഹെയർ ഗ്രോത്ത് ഓൺ ചൈൽഡ് ഫേസ്, ഫേസ് ഹെയർ ഗ്രോത്ത് ഓൺ ചൈൽഡ് ഫേസ്. ഹെയർ ഫാളിംഗ് ഫ്രം ബിയർഡ് ആണെങ്കിൽ ഫേസ് ഫാളിംഗ് ഓഫ് വിസ്കേഴ്സ് എന്നാണ് റൂബ്രിക്. ഫേസ് ഫാളിംഗ് ഓഫ് വിസ്കേഴ്സ്. പിന്നെ ഓർക്കൈറ്റിസ് ആഫ്റ്റർ മംസ്, അത് നമുക്ക് ഫേസിലും കിട്ടും ജെനിറ്റാലിയയിലും കിട്ടും. ഫേസിൽ ഇൻഫ്ലമേഷൻ, മംസ്, മെറ്റാസ്റ്റാസിസ് ടു ടെസ്റ്റിസ്. അതുപോലെ തന്നെ ജെനിറ്റാലിയയിലും എന്ത് കിട്ടും, ഇൻഫ്ലമേഷൻ, ടെസ്റ്റിസ്, മംസ് ഫ്രം. അങ്ങനെ 2 റൂബ്രിക്കും കിട്ടും കേട്ടോ. ഫേസിലും കിട്ടും, ജെനിറ്റാലിയ മെയിലും നമുക്ക് ഓർക്കൈറ്റിസ് ആഫ്റ്റർ മംസ് കിട്ടും. ഇനി ഡിസൈർ ടു സ്ട്രൈക്ക് അറ്റ് ഹിസ് ഫേസ്, ഫേസിൽ സ്ട്രൈക്ക് ചെയ്യാനുള്ള ഡിസയർ, ഇറ്റ്സ് എ മെന്റൽ റൂബ്രിക്. മൈൻഡിൽ സ്ട്രൈക്കിംഗ് എന്നാണ് റൂബ്രിക്. ഡിസൈർ ടു സ്ട്രൈക്ക് അറ്റ് ഹിസ് ഫേസ്. ഇവിടെ ഫേസ് എന്ന് കണ്ടതുകൊണ്ട് ഫേസ് ചാപ്റ്ററിലോട്ട് പോകരുത്. ദിസ് ഇസ് എ മെന്റൽ റൂബ്രിക്. മൈൻഡ് സ്ട്രൈക്കിംഗ് ഇസ് ദ റൂബ്രിക്. സ്പിറ്റ്സ് ഇൻ ഫേസ് ഓഫ് പീപ്പിൾ, സ്പിറ്റ്സ് ഇൻ ഫേസ് ഓഫ് പീപ്പിൾ എന്നുള്ളത് മൈൻഡിൽ സ്പിറ്റ്സ് എന്നാണ് റൂബ്രിക്. മൈൻഡ് സ്പിറ്റ്സ്, സ്പിറ്റ്സ് ഇൻ ദ ഫേസ് ഓഫ് പീപ്പിൾ. ഓക്കെ, then come to mouth. Mouth chapter. Mouth chapter is the 10th chapter of cancer repertory. Okay, 10th chapter ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. It is the 10th chapter of cancer repertory. It's mouth. Okay, mouth. Ankyloglossia, large tongue, right? Mouth protruded, tongue difficulty with. Mouth protruded, tongue difficulty with. Burned taste. Taste is under mouth. മൗത്തിലാണ് ടേസ്റ്റ് വരിക. അപ്പോൾ ബേൺഡ് ടേസ്റ്റ് എന്നുള്ളത് മൗത്ത് ടേസ്റ്റ് എംപൈറോമാറ്റിക്. എംപൈറോമാറ്റിക് എന്നുള്ളതാണ് നമ്മുടെ ബേൺഡ് എന്നുള്ള മീനിങ് വരുന്നത്. മൗത്ത് ടേസ്റ്റ് എംപൈറോമാറ്റിക്. ഈ കാങ്ക്രം ഓറിസിന് മൗത്ത് സ്റ്റൊമക്കേസ്. മൗത്ത് സ്റ്റൊമക്കേസ് ഫോർ കാങ്ക്രം ഓറിസ്. നോമ എവിടെ കിട്ടുക? നോമ, നോമ
BBCR എവിടെ നോമ കിട്ടുക? നമ്മൾ ഇന്നലെ പഠിച്ചതല്ലേ. BBCR നോമ എവിടെ കിട്ടുക? ഞാൻ എന്തുകൊണ്ടായിരിക്കും മൗത്തിൽ നോമ എഴുതിയത്? ഹലോ, ആം ഐ ഓഡിബിൾ? കേൾക്കുന്നുണ്ട്. ഓക്കെ. BBCR മൗത്തിലാണ് നോമ. BBCR മൗത്തിലാണ് നോമ. ബട്ട് ഇൻ കെന്റ് നോമ ഈസ് മെൻഷൻ അണ്ടർ ജനറാലിറ്റീസ് ചാപ്റ്റർ. ജനറാലിറ്റീസ്, ക്യാൻസറസ് അഫെക്ഷൻസ്, നോമ. അപ്പോൾ അതാണ് നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. BBCR നോമ മൗത്തിലാണ്, ബട്ട് കെന്റിൽ ജനറാലിറ്റീസ്, ക്യാൻസറസ് അഫെക്ഷൻസ്, നോമ. പിന്നെ സ്കർവിയും BBCR മൗത്തിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കിട്ടുന്നത് നമുക്ക് ജനറാലിറ്റീസ് ചാപ്റ്ററിലാണ് സ്കർവി കേട്ടോ. കോൾഡ് ബ്രത്ത് മൗത്തിൽ കോൾഡ്, ഹോട്ട് ബ്രത്ത് ഇൻ റെസ്പിറേഷൻ. നമ്മൾ ഫ്രീക്വൻ്റ്ലി നമ്മൾ എല്ലാ റെപ്പറട്ടറി പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൾഡ് ബ്രത്ത് മൗത്തിൽ, ഹോട്ട് ബ്രത്ത് റെസ്പിറേഷനിൽ ഇൻ ക്യാൻസർ റെപ്പറട്ടറി. ഇനി ഒഫൻസീവ് ബ്രത്ത് ആണെങ്കിൽ മൗത്ത് ഓർഡർ ഒഫൻസീവ്. ഒഫൻസീവ് ബ്രത്ത് മൗത്ത് ഓർഡർ ഒഫൻസീവ്. ദെൻ ചൈൽഡ് പുട്ടിങ് ഫിംഗേഴ്സ് ഇൻ മൗത്ത്, അത് മൗത്ത് എന്നുള്ള ചാപ്റ്ററിലാണ് കേട്ടോ. പുട്ടിങ് സ്റ്റോൺസ് ആണെങ്കിൽ മൈൻഡ് ഡെലീരിയം, മൗത്ത് മൂസ്ലി പുട്ട് സ്റ്റോൺസ് ഇൻ. അതായത് ഈ സ്റ്റോൺസ് എന്നുള്ള വേർഡ് ഉദ്ദേശിക്കുന്നത് മൈൻഡിലാണ്. ഫിംഗേഴ്സ് അതുപോലെ തന്നെ ട്രംബ്ലർ ബൈറ്റ് ചെയ്യുന്നതൊക്കെ മൗത്തിലാണ് കേട്ടോ. ബൈറ്റിംഗ് ട്രംബ്ലർ അല്ലെങ്കിൽ ഫിംഗേഴ്സ് പുട്ട് ചെയ്യുന്നതൊക്കെ മൗത്തിലാണ്. പിന്നെ ഇവിടെ സ്റ്റോൺസ് പുട്ട് ചെയ്യുന്നത് മൈൻഡ് ഡെലീരിയം, മൗത്ത് മൂവ്സ് ലിപ്പ് പുട്ട് സ്റ്റോൺസ് ഇൻ. ഓക്കെ. സ്പിറ്റിംഗ് ഓൾവേസ്, നമ്മൾ സ്പിറ്റ് എന്നുള്ള റൂബ്രിക്ക് പഠിച്ചത് സ്പിറ്റ്സ് ഇൻ ഫേസ് ഓഫ് പീപ്പിൾ എന്ന് പഠിച്ചത് മൈൻഡിൽ സ്പിറ്റ്സ് ആയിരുന്നു. ഇവിടെ സ്പിറ്റിംഗ് ഓൾവേസ്, ഓൾവേസ് സ്പിറ്റിംഗ്, അത് മൗത്ത് സ്പാസ്മോഡിക് സ്പിറ്റിംഗ്. മൗത്ത് സ്പാസ്മോഡിക് സ്പിറ്റിംഗ്. പിന്നെ സ്പിറ്റ് ഓൺ ഫേസ് ഓഫ് പീപ്പിൾ, മൈൻഡ് സ്പിറ്റ്സ്. പിന്നെ ഇംപ്രിൻസ് ഓഫ് ടീത്ത് ഓൺ ടങ്, മൗത്ത് ഇൻറ്റൻറ്റഡ് എന്നാണ് റൂബ്രിക്ക്. മൗത്ത് ഇൻറ്റൻറ്റഡ്. ദെൻ പക്കേർഡ് സെൻസേഷൻ ഇൻ പാലറ്റ്, നമ്മൾ പഠിച്ചു മൗത്തിലാണ്, പാലറ്റ് മൗത്തിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ പക്കേർഡ് സെൻസേഷൻ ഇൻ മൗത്ത്, മൗത്തിൽ ഇന്നർ ലിപ്പ്, പാലറ്റ്, ഫോസസ് ഒക്കെ, ഫോസസ് ഇൻ ത്രോട്ടാണ്, അങ്ങനെയൊക്കെ വരുന്നതാണ് മൗത്തിൽ വരുന്നത്. അതിൽ പാലറ്റ് എന്ന് കാണുമ്പോൾ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, ഇറ്റ്സ് ഇൻ മൗത്ത്. പക്കേർഡ് സെൻസേഷൻ ഇൻ പാലറ്റ്, മൗത്ത് പക്കേർഡ് സെൻസേഷൻ ഇൻ പാലറ്റ്. ഓക്കെ. ദെൻ റാനുല മൗത്തിലാണ്, ഇപ്യുലിസ് മൗത്തിലാണ്. അണേബിൾ ടു ടോക്ക് ആഫ്റ്റർ CVA, നമ്മൾ പറഞ്ഞ സ്പീച്ച് റിലേറ്റഡ് റൂബ്രിക്ക് നമുക്ക് മൈൻഡിൽ കിട്ടും, നമുക്ക് മൗത്തിൽ കിട്ടും, നമുക്ക് ലാരിങ്സ് ആൻഡ് ട്രക്കിയയിൽ കിട്ടും. മൈൻഡിലാണെങ്കിൽ ഇറ്റ്സ് ഡ്യൂ ടു ഹയർ ഫങ്ഷൻ ഡിഫിക്കൽട്ട്, അതായത് അഫേസിയ പോലെയുള്ള കാര്യങ്ങളാണ് മൈൻഡിൽ കിട്ടുക. പിന്നെ ഡിസാർത്രിയ, അതായത് ആർട്ടിക്കുലേഷൻ ഡിഫിക്കൽട്ട് ആണ് എവിടെ കിട്ടുക? മൗത്തിൽ കിട്ടുക. അതായത് സ്റ്റാമറിങ്, അതുപോലെ തന്നെ അപ്പോപ്ലിക്സി ആഫ്റ്റർ ഡിസാർത്രിയ, അതായത് സെറിബെല്ല ഡിസോർഡർ ആണെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടുന്നതാണ് മൗത്തിൽ കിട്ടുക. പാരാലിസിസ് ഓഫ് ദ സ്പീച്ച് ഓർഗൻസ് വരുമ്പോൾ. പിന്നെ ലാരിങ്സിൽ വരുമ്പോൾ ക്വാളിറ്റി ഓഫ് സ്പീച്ച്, ഹോസ്നെസ് അങ്ങനത്തെ വരുമ്പോഴാണ് ലാരിങ്സ് ആൻഡ് ട്രക്കിയൽ കിട്ടുക. ഇവിടെ അണേബിൾ ടു ടോക്ക് ആഫ്റ്റർ CVA വരുന്നത് മൗത്ത് സ്പീച്ച് വാണ്ടിങ് അപ്പോപ്ലെക്സി ആഫ്റ്റർ എന്ന റൂബ്രിക്. മൗത്ത് സ്പീച്ച് വാണ്ടിങ് അപ്പോപ്ലെക്സി ആഫ്റ്റർ. മൗത്ത് സ്റ്റാമറിങ്ങും മൗത്തിലാണ് കേട്ടോ. പിന്നെ ടീത്ത് ചാപ്റ്ററിൽ ഹച്ചിസൺ ടീത്ത് സെറേറ്റഡ് എന്ന് പറയുന്നത്. ടീത്ത് സെറേറ്റഡ്. റൂബ്രിക്സ് വിത്ത് മോർ നോസോഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ടീത്ത് സെറേറ്റഡ് എന്നുള്ള റൂബ്രിക്കിൽ നമുക്ക് 5 മെഡിസിനാണുള്ളത്. 5 മെഡിസിനാണുള്ളത് ടീത്ത് സെറേറ്റഡ്. അതിൽ 3 മെഡിസിനും നോസോഡ്സ് ആണ്. അത് സിഫിലിനം, മെഡോറിനം, സോറിനം ആണെന്ന് തോന്നുന്നു. ഞാൻ ഒന്നുകൂടി കൺഫേം ചെയ്തിട്ട് പറയാം, എനിക്ക് ഓർമ്മയില്ല. സിഫിലിനും മെഡോറിനും ഓൾറെഡി ഉണ്ട്. മറ്റേ റൂബ്രിക്കിന് സോറിനാണെന്ന് അറിയില്ല കേട്ടോ, നോക്കിയിട്ട് പറയാമേ. അപ്പോൾ 5 മെഡിസിൻ ഉള്ളതിൽ 3 മെഡിസിനും നോസോഡ് ആയതുകൊണ്ട് ബാക്കിയെല്ലാ കെൻഡിൽ ഇത്രയും റൂബ്രിക്സ് ഉണ്ടെങ്കിൽ പോലും നോസോഡ്സ് ഇത്രയും തോന്നെ മെൻഷൻ ചെയ്തിട്ടില്ല റൂബ്രിക്കിൽ. 1-2 മെൻഷൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഏറ്റവും കൂടുതൽ നോസോഡ്സ് മെൻഷൻ ചെയ്തിട്ടുള്ളത് ടീത്ത് സെറേറ്റഡ് എന്നുള്ള റൂബ്രിക്കിൽ 3 നോസോഡ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ദെൻ കംപ്ലൈൻസ് ഓഫ് വിസ്ഡം ടൂത്ത്, ടീത്തിലാണ് വിസ്ഡം ടൂത്ത് എയിൽമെന്റ്സ് ഫ്രം. പിന്നെ ഇഞ്ചുറി ടു ഡെന്റൽ നെർവ്സ്, ടീത്ത് നെർവ്സ്, ഡെന്റൽ. Then premature decay of teeth in children, teeth carries premature children in. Slow eruption of teeth in children, teeth dentition slow. ടീത്ത് ഗ്രൈൻഡിങ് ഡ്യൂറിങ് സ്ലീപ്പ് ഉള്ളത് നമ്മൾ ടീത്ത് ഗ്രൈൻഡിങ് സ്ലീപ്പ് ഡ്യൂറിങ് എന്നാണ് കേട്ടോ റൂബ്രിക്ക്. ടീത്ത് ഗ്രൈൻഡിങ് സ്ലീപ്പ് ഡ്യൂറിങ്. ദെൻ ടീത്ത് പെയിൻ ഫില്ലിങ് ആഫ്റ്റർ. നമ്മളിപ്പോൾ
പല്ലൊക്കെ അടച്ചതിന് ശേഷം അത് റൂട്ട് കനാൽ ചെയ്യുക അല്ലെങ്കിൽ ഫില്ലിങ്സ് വെച്ചതിന് ശേഷം പല്ല് വേദന ഉണ്ടാവുമല്ലോ ചിലർക്ക്, അതിനെടുക്കുന്ന റൂബ്രിക്കാണ് ടീത്ത് പെയിൻ ഫില്ലിംഗ് ആഫ്റ്റർ. ആർണിക്കൊക്കെയാണ് മെഡിസിൻ വരുന്നത് കേട്ടോ. ടീത്ത് പെയിൻ ഫില്ലിംഗ് ആഫ്റ്റർ. ടീത്ത് ഗ്രൈൻഡിങ് സ്ലീപ്പ് ഡ്യൂറിങ്, ടീത്ത് പെയിൻ ഫില്ലിംഗ് ആഫ്റ്റർ. ദെൻ പെരിയോസ്റ്റൈറ്റിസ് ഇൻക്രസ്റ്റേഷൻ എന്നുള്ള റൂബ്രിക് ഉണ്ട്, അത് ടീത്തിലാണ് വരുന്നത്. അതിൽ പ്ലംബമാണ് മെഡിസിൻ. സെറേറ്റഡ് റൂബ്രിക് ഫ്രീക്വൻ്റ്ലി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ UG പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ടീത്ത് റൂബ്രിക് ഹണ്ടിങ് ഉണ്ടാകുന്ന സമയത്ത് സെറേറ്റഡ് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡ്ലി ആസ്ക് ക്വസ്റ്റ്യൻ ആണ്, സെറേറ്റഡ് എന്നുള്ള റൂബ്രിക് എവിടെ കിട്ടുകയെന്ന്. അത് ടീത്ത് സെറേറ്റഡ്. അതുപോലെ തന്നെ ഇൻക്രസ്റ്റേഷനും ടീത്ത് ചാപ്റ്ററിലാണ് കിട്ടുക. സിംഗിൾ മെഡിസിൻ പ്ലംബം. അപ്പോൾ ടീത്ത് സെറേറ്റഡ് റൂബ്രിക്സ് വിത്ത് മോർ നോസോഡ്സ്. വിസ്ഡം ടീത്ത് വിസ്ഡം ടൂത്ത് എലിമെന്റ്സ് ഫ്രം ഡെന്റൽ നെർവ്സിന് റൂബ്രിക് ഉണ്ട് ടീത്തിൽ. പിന്നെ ഡെന്റീഷനിലോ teeth dentition slow, teeth caries premature, then filling after, teeth pain filling after എന്നാണ് റൂബ്രിക്. പിന്നെ പെരിയോസ്റ്റൈറ്റിസ്, ഇൻക്രസ്റ്റേഷൻ, മെഡിസിനസ് പ്ലംബം. then comes to throat. ത്രോട്ടിൽ ഡിഫ്തീരിയ കിട്ടുന്നത് നമുക്ക് ത്രോട്ടിലാണ്. ത്രോട്ടിൽ ഡിഫ്തീരിയ എന്നുള്ള റൂബ്രിക് ഉണ്ടെങ്കിൽ പോലും അതിന് ക്രോസ് റെഫറൻസ് കൊടുത്തിട്ടുള്ളത് ടു മെംബ്രെയിൻ. സോ നമുക്ക് റൂബ്രിക് വരുന്നത് ത്രോട്ട് മെംബ്രെയിൻ എക്സുഡേഷൻ ഡിഫ്തീരിയ എന്നാണ് കേട്ടോ. throat membrane exudation diphtheria. Throat membrane exudation diphtheria. Then drink must in order to swallow. Drink must in order to swallow. Throat swallowing. Throat swallowing. Throat swallowing. Then exophthalmos. Exophthalmos എന്ന് പറഞ്ഞിട്ടുള്ളത് ഐ പ്രൊട്ടക്ഷൻ എക്സോഫ്താൽമോസ്. ഐ പ്രൊട്രൂഷൻ എക്സോഫ്താൽമോസ്. then exophthalmic goiter ഉള്ളത് external throat goiter exophthalmic. ഇവിടെ exophthalmic എന്നാണ് കൊടുത്തുള്ളത്, ഇവിടെ exophthalmos എന്നാണ് കൊടുത്തുള്ളത്. ഐ പ്രൊട്രൂഷൻ exophthalmos, external throat goiter exophthalmic. then globus hystericus, throat lump rising sensation. Throat lump rising sensation. Food felt until enters in stomach. Food felt until enters in stomach. Throat food esophagus എന്നാണ് റൂബ്രിക്. throat food esophagus. enlargement of tonsils റൂബ്രിക് ഉണ്ട്. inflammation tonsils ഉണ്ട്. reversed peristaltic action of esophagus ഇതൊക്കെ കിട്ടുന്നത് നമുക്ക് ത്രോട്ടിലാണ്. അപ്പോൾ ത്രോട്ടിൽ നമുക്ക് മെയിനായിട്ട് ഫോസസ് കിട്ടും, ഈസോഫാഗസിന് റിലേറ്റഡ് ആയിട്ടുള്ള റൂബ്രിക് കിട്ടും, ഫാരിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള റൂബ്രിക് കിട്ടും, ടോൺസിൽ റിലേറ്റഡ് ആയിട്ട് റൂബ്രിക് കിട്ടും, ഉവുല റിലേറ്റഡ് ആയിട്ട് റൂബ്രിക് കിട്ടും, പിന്നെ സ്വാലോയിങ്, ഡിസ്ഫാജിയ പോലെയുള്ള അങ്ങനത്തെ റൂബ്രിക്കും കിട്ടും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഫോസസ് കിട്ടും, ഈസോഫാഗസ് കിട്ടും, ഫാരിങ്സ് കിട്ടും, ടോൺസിൽസ് കിട്ടും, ഉവുല കിട്ടും, സ്വാലോ കിട്ടും. ഇതൊക്കെ കിട്ടുന്നത് ത്രോട്ടിലാണ്. അപ്പോൾ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ഡിഫ്തീരിയ എന്നുള്ളത് മെംബ്രെയിൻ, അത് ത്രോട്ടിലാണ്. ഗ്ലോബസ് ഹിസ്റ്റീരിയസ് ത്രോട്ട് ലംപ് സെൻസേഷൻ, പിന്നെ ടോൺസിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള റൂബ്രിക് ഒക്കെ ത്രോട്ടിലാണ് കിട്ടുക. അതുപോലെ ഈസോഫാഗസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റൂബ്രിക്കും നമുക്ക് ത്രോട്ടിലാണ് കിട്ടുക. ഇനി നമുക്ക് ഒപ്റ്റിക് നെർവ് നമുക്ക് എവിടെ കിട്ടാം? ഒപ്റ്റിക് നെർവ് ഐയിൽ പാരാലിസിസ് ഓഫ് ഒപ്റ്റിക് നെർവ് എന്നാണ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ഐ പാരാലിസിസ് ഓഫ് ഒപ്റ്റിക് നെർവ്. ഇനി ഓഡിറ്ററി നെർവോ? ഏത് ചാപ്റ്ററിലായിരിക്കും? ഹിയറിംഗിലാണ് കേട്ടോ. ഹിയറിംഗ് ഇംപയർഡ് പാരാലിസിസ് ഓഫ് ഓഡിറ്ററി നെർവ്. ഇപ്പൊ നമ്മൾ ഡെന്റൽ നെർവ് പഠിച്ചു അല്ലേ. ഡെന്റൽ നെർവ് നമുക്ക് എവിടെ കിട്ടിയത്? ടീത്തിൽ നെർവ്സിൽ ഇഞ്ചുറീസ് ടു ഡെന്റൽ നെർവ്സ്. ടീത്ത് നെർവ്സ് ഇഞ്ചുറീസ് ടു ഡെന്റൽ നെർവ്. പിന്നെ നമുക്ക് എക്സ്ട്രീമിറ്റീസ് ചാപ്റ്ററിൽ നമുക്ക് ക്രൂറൽ നെർവ്, സയാറ്റിക് നെർവ് ഒക്കെ കിട്ടും. പിന്നെ ജനറാലിറ്റീസിലാണ് മെയിനായിട്ട് ഇൻഫ്ലമേഷൻ നെർവ്സ് എന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ന്യൂറൈറ്റിസിനൊക്കെ കൊടുക്കുന്നത് ഇൻഫ്ലമേഷൻ നെർവ്സ് എന്നുള്ള ജനറൽ നെർവ്സിന്റെ റൂബ്രിക് ഉള്ളത്. ഇൻഫ്ലമേഷൻ നെർവ്സ് ജനറാലിറ്റീസ് ചാപ്റ്റർ, ഒപ്റ്റിക് നെർവ് ഐ ചാപ്റ്റർ, ഓഡിറ്ററി നെർവ് ഹിയറിംഗ് ചാപ്റ്റർ, ഡെന്റൽ നെർവ് ടീത്ത് ചാപ്റ്റർ കേട്ടോ. പ്ലീസ് നോട്ട് ഡൗൺ. then come to external throat. എക്സ്റ്റേണൽ ത്രോട്ടിൽ നമുക്ക് ത്രോട്ട് പിറ്റ് കിട്ടും, പിന്നെ ആൻറ്റീരിയർ നെക്ക് കിട്ടും, പിന്നെ തൈറോയിഡ് ഗ്ലാൻഡ്, സെർവൈക്കൽ ഗ്ലാൻഡ് ഒക്കെ കിട്ടുന്നത് എക്സ്റ്റേണൽ ത്രോട്ടിലാണ്. തൈറോയിഡ് ഗ്ലാൻഡ്, സെർവൈക്കൽ ഗ്ലാൻഡ്, ആൻറ്റീരിയർ നെക്ക്, സ്റ്റെനോക്ലിഡോമാസ്റ്റോയിഡ് അങ്ങനത്തെ കിട്ടുന്നതൊക്കെ നമുക്ക് കിട്ടുന്നത് എക്സ്റ്റേണൽ ത്രോട്ടിലാണ് കേട്ടോ. അതായത് പാരാലിസിസ് ഓഫ് സ്റ്റെനോക്ലിഡോമാസ്റ്റോയിഡ്.
അതായത് എക്സ്റ്റേണൽ ത്രോട്ട്, പാരാലിസിസ്, സ്റ്റേനോക്ലീഡോമാസ്റ്റോയിഡ് മസിൽ. അപ്പോൾ ആ സ്റ്റേനോക്ലീഡോമാസ്റ്റോയിഡ്, പിന്നെ ത്രോട്ട് പിറ്റ്, പിന്നെ അതുപോലെ തന്നെ തൈറോയിഡ് ഗ്ലാൻഡ്, സർവൈക്കൽ ഗ്ലാൻഡ്, ആൻറ്റീരിയർ നെക്ക്, അതൊക്കെ കിട്ടുന്നത് എക്സ്റ്റേണൽ തോട്ടാണെന്ന് ആലോചിച്ചാൽ മതി. ടോർട്ടിക്കോളിസ് ഇമ്പോർട്ടൻറ്റ് റൂബ്രിക് ആണ്. BBCRൽ ടോർട്ടിക്കോളിസ് എങ്ങനെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്? റൈനെക്ക് അല്ലേ, റൈനെക്ക് എന്നല്ല മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഗോയിറ്റർ ഉണ്ട്, ടോർട്ടിക്കോളിസ് ഉണ്ട്, പിന്നെ തൈറോഗ്ലോസൽ സിസ്റ്റ്, അതെങ്ങനെയാണ് നമ്മൾ റൂബ്രിക് എടുക്കുക? എക്സ്റ്റേണൽ ത്രോട്ട്, ട്യൂമേഴ്സ്, സിസ്റ്റിക്. ഇതാണ് തൈറോഗ്ലോസൽ സിസ്റ്റിനുള്ള റൂബ്രിക് കേട്ടോ. എക്സ്റ്റേണൽ ത്രോട്ട്, ട്യൂമേഴ്സ്, സിസ്റ്റിക്. ബൊറാക്സ് ആണ് മെഡിസിന്. പിന്നെ എക്സ്റ്റേണൽ ത്രോട്ട്, സ്വെല്ലിങ്, സെർവൈക്കൽ ഗ്ലാൻസ്. സെർവൈക്കൽ ലിംഫഡിനോപ്പത്തിക്ക് എടുക്കുന്ന റൂബ്രിക് ആണ് എക്സ്റ്റേണൽ ത്രോട്ട്, സ്വെല്ലിങ്, സെർവൈക്കൽ ഗ്ലാൻസ്. അപ്പോൾ എക്സ്റ്റേണൽ ത്രോട്ടിൽ സ്റ്റെനോക്ലിഡോമാസ്റ്റോയിഡ് മസിൽസ് കിട്ടും, തൈറോയ്ഡ് റിലേറ്റഡ് റൂബ്രിക് കിട്ടും, അതുപോലെ തന്നെ സർവൈക്കൽ ഗ്ലാൻഡ് റിലേറ്റഡ് റൂബ്രിക് കിട്ടും എന്ന് ആലോചിച്ചിരുന്നാൽ മതി കേട്ടോ. ദെൻ കംസ് ടു സ്റ്റൊമക്ക്. സ്റ്റൊമക്കിൽ നമുക്ക് കിട്ടുന്നത് കാർഡിയാക് ഓറിഫൈസ് റിലേറ്റഡ്, പൈലോറസ്, പിറ്റ് ഓഫ് സ്റ്റൊമക്ക്, പിന്നെ അപ്പറ്റൈറ്റ്, തേഴ്സ്റ്റ്, നോസിയ, വൊമിറ്റിംഗ്, ഡിസയർ, അവേർഷൻ, ഇറക്റ്റേഷൻ, ഹാർട്ട് ബേൺ, ഇക്കഫ് എക്സെട്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സ്റ്റൊമക്ക് എന്നുള്ള ചാപ്റ്ററിലാണ് കിട്ടുക. നോസിയ, വൊമിറ്റിംഗ് ഉണ്ട്, ഡിസയർ, അവേർഷൻ ഉണ്ട്, ഇറക്റ്റേഷൻ ഉണ്ട്, ഹാർട്ട് ബേൺ ഉണ്ട്, ഇക്കഫ് ഉണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ച 2 റെപ്പർട്ടറിയിലും സെപ്പറേറ്റ് കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. നോസിയ ആൻഡ് വൊമിറ്റിംഗ് ചാപ്റ്റർ ഉണ്ടായിരുന്നു. ഡിസയേഴ്സ് ആൻഡ് അവേർഷൻ കിട്ടുന്നത് ഹങ്കർ ആൻഡ് തേഴ്സ്റ്റിലാണ് ഒരു റെപ്പർട്ടറിയിൽ. അപ്പറ്റൈറ്റ് എന്നുള്ള ചാപ്റ്ററിലാണ് വേറെ റെപ്പർട്ടറിയിൽ. പിന്നെ ഇറക്റ്റേഷൻ, ഹാർട്ട് ബേൺ ഉള്ളത് ഇറക്റ്റേഷൻ എന്നുള്ള ചാപ്റ്ററിലാണ്. ഹിക്കഫ് എന്നുള്ളത് സെപ്പറേറ്റ് ചാപ്റ്ററാണ് ഫോർ BBCR. അപ്പോൾ ഇത്രയും നമുക്ക് ഈ കെൻറ്റ് റെപ്പർട്ടറിയിൽ ഇത്രയും കാര്യങ്ങൾ കിട്ടുന്നത് സ്റ്റൊമക്ക് എന്നുള്ള സിംഗിൾ ചാപ്റ്ററിലാണ്. ഇതിൽ ചൈൽഡ് റെഫ്യൂസസ് മദേഴ്സ് മിൽക്ക്, എന്നുള്ളത് 2 ചാപ്റ്ററിൽ കിട്ടും. ചെസ്റ്റ് മിൽക്ക്, ചൈൽഡ് റെഫ്യൂസസ് മദേഴ്സ് മിൽക്ക്. ഈ ഒരു ഇതേ ലൈന് കൊടുത്തിട്ടുള്ളത് ചെസ്റ്റിലാണ്. ചെസ്റ്റ് മിൽക്ക്, ചൈൽഡ് റെഫ്യൂസസ് മദേഴ്സ് മിൽക്ക് എന്നാണ് ഡയറക്റ്റ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ സ്റ്റൊമക്കിൽ അവേർഷൻ, മിൽക്ക്, മദേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്കത് എടുക്കാം. സ്റ്റൊമക്ക്, അവേർഷൻ, മിൽക്ക്, മദേഴ്സ്, അതും നമുക്ക് ഈ സെയിം റൂബ്രിക്കിന് എടുക്കാം. പക്ഷെ ഈ ഒരു സിംഗിൾ ലൈൻ ചോദിച്ചിട്ട് സ്റ്റൊമക്കും ചെസ്റ്റും സെപ്പറേറ്റ് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെസ്റ്റ് ആണ് ഓപ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. ചെസ്റ്റിലാണ് ഡയറക്റ്റ് ആയിട്ട് ചൈൽഡ് റെഫ്യൂസസ് മദേഴ്സ് മിൽക്ക് എന്ന് കൊടുത്തിട്ടുള്ളത്. ദെൻ കാർഡിയോസ്പാസം, സ്റ്റൊമക്ക് കൺസ്ട്രിക്ഷൻ, കാർഡിയാക് ഓറിഫൈസ്. സ്റ്റൊമക്ക് കൺസ്ട്രിക്ഷൻ, കാർഡിയാക് ഓറിഫൈസ്. ദെൻ ഇമാസിയേഷൻ നമുക്ക് ജനറാലിറ്റീസ് ഇമാസിയേഷൻ ഡയറക്റ്റ് റൂബ്രിക്ക് കിട്ടും അല്ലേ. അതുപോലെ തന്നെ സ്റ്റൊമക്കിലും ഒരു ഇമാസിയേഷൻ ഉണ്ട്. ജനറാലിറ്റീസ്, ഇമാസിയേഷൻ എന്നുള്ളതാണ് മെയിൻ റൂബ്രിക്ക്. പിന്നെ അനോറക്സിയ, സ്റ്റൊമക്ക്, അപ്പറ്റൈറ്റ്, വാണ്ടിങ്, അങ്ങനെ നമ്മൾ അനോറക്സിയക്ക് എടുക്കുന്നത്. സ്റ്റൊമക്ക്, അപ്പറ്റൈറ്റ്, വാണ്ടിങ്. ബുളീമിയ, സ്റ്റൊമക്ക്, അപ്പറ്റൈറ്റ്, റാവിനസ്. സ്റ്റൊമക്ക്, അപ്പറ്റൈറ്റ്, റാവിനസ്. പിന്നെ ഹൈപ്പറമിസിസ് ആണെങ്കിൽ സ്റ്റൊമക്ക്, നോസിയ ആൻഡ് വൊമിറ്റിംഗ്. നോസിയ പ്രഗ്നൻസി ഡ്യൂറിംഗ് ഉണ്ട്, വൊമിറ്റിംഗ് പ്രഗ്നൻസി ഡ്യൂറിംഗ് ഉണ്ട്. 2 റൂബ്രിക് ഉണ്ട് കേട്ടോ. നോസിയ പ്രഗ്നൻസി ഡ്യൂറിംഗ് ആൻഡ് വൊമിറ്റിംഗ് പ്രഗ്നൻസി ഡ്യൂറിംഗ്. നോസിയ എന്നുള്ളത് വേറെ റൂബ്രിക്കാണ്, വൊമിറ്റിംഗ് എന്നുള്ളത് വേറെ റൂബ്രിക്കാണ് ഇൻ സ്റ്റൊമക്ക് ചാപ്റ്റർ. ദെൻ സ്റ്റൊമക്ക് ഡിസോർഡേഴ്സ്, നമ്മൾ ഡിസോർഡേർഡ് സ്റ്റൊമക്ക് എന്നുള്ളത് 2 റെപ്പർട്ടറിയിലും അഗ്രവേഷൻ ചാപ്റ്ററിലാണ് പഠിച്ചത്, ഡിസോർഡേർഡ് സ്റ്റൊമക്ക് എന്നുള്ളത്. പക്ഷേ ഹിയർ ഇൻ സ്റ്റൊമക്ക് ചാപ്റ്റർ, സ്റ്റൊമക്ക് ഡിസോർഡേർഡ് is the rubric, stomach is the chapter. Then epileptic aura is in stomach chapter. Then heartburn, hiccup, പിന്നെ ഇറക്റ്റേഷൻ, വാട്ടർ ബ്രഷ്. ഹൊറിബിൾ സെൻസേഷൻ ഇൻ മോർണിംഗ് ഓൺ വേക്കിംഗ് ഇൻ ഡ്രങ്കാർഡ്സ്. നമുക്കൊരു സിംഗിൾ ലൈന് തരികയാണ്. ഹൊറിബിൾ സെൻസേഷൻ ഇൻ മോർണിംഗ് ഓൺ വേക്കിംഗ് ഇൻ ഡ്രങ്കാർഡ്സ്. നമുക്ക് ചാപ്റ്റർ മെൻഷൻ ചെയ്യാൻ എവിടെയും ഒരു ഓപ്ഷനും ഇല്ല. കാരണം ഹൊറിബിൾ സെൻസേഷൻ ഇൻ മോർണിംഗ് ഓൺ വേക്കിംഗ് ഇൻ ഡ്രങ്കാർഡ്സ് നമുക്ക് ഒരു ക്ലൂ എന്നുള്ളത് എവിടെയില്ല. പക്ഷേ ഇത് സീൻ ഇൻ ചാപ്റ്റർ സ്റ്റൊമക്ക് ഹൊറിബിൾ സെൻസേഷൻ. ഇൻ സ്റ്റൊമക്ക് ചാപ്റ്റർ horrible is the rubric. Stomach, horrible sensation in morning on waking in drunkards. Okay. Chapter stomach ആണ്, horrible ആണ് rubric കേട്ടോ. Then come to abdomen chapter. അബ്ഡമനിൽ നമുക്ക് ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഉണ്ട്. ലിവർ ഉണ്ട്, ഗോൾ ബ്ലാഡർ ഉണ്ട്, സ്പ്ലീൻ ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്, കോളൺ ഉണ്ട്. അതുപോലെ തന്നെ ഇൻക്വൈനൽ റീജിയൻ, ലൈക്ക് ഇൻക്വൈനൽ ഹെർണിയ പോലെയുള്ള ഇൻക്വൈനൽ റീജിയൻ ഉണ്ട്. പിന്നെ ലിംഫാറ്റിക് ഗ്ലാൻസ് ഉണ്ട്, മിസെൻട്രി റിലേറ്റഡ് ആയിട്ടുണ്ട്. ഹിപ്പ് റീജിയനെ പറ്റിയുള്ള റൂബ്രിക്സ് ഉണ്ട്. പിന്നെ ഗ്രോയിൻസ്, നെയ്റ്റ്സ്, അതിനെക്കുറിച്ചുള്ള റൂബ്രിക്സ് വരുന്നത് നമുക്ക് അബ്ഡമൻ ചാപ്റ്ററിലാണ് കേട്ടോ.
but not on all the internal organs, liver, gallbladder, spleen, pancreas, colon, etc. Then inguinal region, groin, loin ഒക്കെ വരുന്നത് അബ്ഡമൻ ചാപ്റ്ററിലാണ്. അപ്പോൾ അബ്ഡമനിൽ ഇമ്പോർട്ടൻറ്റ് റൂബ്രിക്സ് അന്യൂറിസം, ബിബോ റിപ്പീറ്റഡ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. അട്രോഫി ലിവർ, ഫാറ്റി ഡീജനറേഷൻ ലിവർ, സിറോസിസ് ഇൻ അബ്ഡമൻ, ഡ്രോപ്സി അസൈറ്റിസ് ഡയറക്റ്റ് കൊടുത്തിട്ടില്ല, ഡ്രോപ്സി അസൈറ്റിസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹെർണിയ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇൻഗ്വൈനൽ ഹെർണിയ, അംബിലിക്കൽ ഹെർണിയ, സ്ട്രാങ്കുലേറ്റഡ് ഹെർണിയ, ചിൽഡ്രനിൻ, ഹെർണിയ ഇൻഗ്വൈനൽ, ഹെർണിയ അംബിലിക്കൽ, ഹെർണിയ സ്ട്രാങ്കുലേറ്റഡ്, ഹെർണിയ ചിൽഡ്രനിൻ. ദെൻ ഹോറിപ്പിലേഷൻ കൊടുത്തിട്ടുള്ളത് അബ്ഡമനിലാണ്, സിക്കയിൽ മാത്രമാണ് സിംഗിൾ മെഡിസിൻ. ഇൻഡുസെപ്ഷൻ, ഇൻഫ്ലമേഷൻ, അപ്പൻഡിസൈറ്റിസ്, ലിവർ, ഹെപ്പറ്റൈറ്റിസ്, ടൈഫ്ലൈറ്റിസ് എന്ന് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇൻഫ്ലമേഷൻ, ടൈഫ്ലൈറ്റിസ്. പിന്നെ പ്രൗഡ് ഫ്ലഷ് ഓഫ് അംബിലിക്കസ്, കാൽക്കേരിയ ഇസ് ദ സിംഗിൾ മെഡിസിൻ. ദെൻ tuberculosis of the abdomen, tabes mesenterica. Important rubric ആണ് tabes mesenterica. Then gallstone colic എന്നുള്ള rubric ആണ് pain, liver, colic, gallstones. ലിവറിന്റെ അണ്ടറിലാണ് ഗോൾസ്റ്റോൺ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പെയിന്, ലിവർ, കോളിക്, ഗോൾസ്റ്റോൺസ്. കോഡ് കണക്റ്റിംഗ് ഫ്രം ആനസ് ടു നേവൽ. ഇത് നമുക്ക് 2 ചാപ്റ്ററിൽ കിട്ടും, പക്ഷെ അത് നോക്കുമ്പോൾ നമുക്ക് ചാപ്റ്റർ മെൻഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് ഇൻ റെക്റ്റം ആൻഡ് അബ്ഡോമൻ രണ്ടിലും കോഡ് തന്നെ കൊടുത്തിട്ടുള്ള റൂബ്രിക്. അപ്പോൾ കോഡ് കണക്റ്റിംഗ് ഫ്രം ആനസ് ടു നേവൽ, ആനസ് ആൻഡ് റെക്റ്റം ആലോചിക്കുക, അത് റെക്റ്റം എന്നുള്ള ചാപ്റ്ററിൽ കോഡ്, നേവൽ വരുന്നത് അബ്ഡോമനിലാണ്, അബ്ഡോമൻ കോഡ്. ഓക്കെ, കോഡ് കണക്റ്റിംഗ് ഫ്രം ആനസ് ടു നേവൽ, 2 ചാപ്റ്റേഴ്സ്, റെക്റ്റം കോഡ് ആൻഡ് അബ്ഡോമൻ കോഡ്. പെയിൻ, മെൻസസ് വുഡ് അപ്പിയർ, അത് അബ്ഡമനിൽ കിട്ടുന്നതാണ്. ഡയേറിയ ആസ് വുഡ് കം, അതും അബ്ഡമനിൽ കിട്ടുന്നതാണ്. അപ്പോൾ മെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റൂബ്രിക് ഉണ്ട്, ഡയേറിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റൂബ്രിക് നമുക്ക് അബ്ഡമനിൽ കിട്ടും. ദെൻ പോട്ട് ബെല്ലീഡ് ചിൽഡ്രൻ, അത് അബ്ഡമൻ എൻലാർജ്ഡ് ചിൽഡ്രൻ ഇൻ. പെൻഡുലസ് അബ്ഡമൻ പെൻഡുലസ്. പാനിക്കുലസ് അബ്ഡമൻ, അതായത് ഫാറ്റ് ഒക്കെ ആയിട്ടുള്ള, അപ്പോൾ അബ്ഡമൻ എൻലാർജ്ഡ് ഫാറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ ഇന്റേണൽ ഓർഗൻസ് ഉണ്ട്, ഗോൾസ്റ്റോൺ കോളിക്ക് അങ്ങനത്തെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്റേണൽ ഓർഗൻസിന്റെ ഇൻഫ്ലമേഷൻ, അതുപോലെ തന്നെ അതിന്റെ ഫാറ്റി ഡീജനറേഷൻ ഓഫ് ദ ലിവർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡയറി റിലേറ്റഡ് ആയിട്ടും മെൻസസ് റിലേറ്റഡും ഓരോ റൂബ്രിക് ഉണ്ട്. ഇൻഡ്യൂസെപ്ഷൻ, അന്യൂറിസം, ബിബോ, ടേബിസ് മെസെൻട്രിക്ക പോലെയുള്ള ഡയറക്റ്റ് റൂബ്രിക്സ് കൊണ്ട് നാലിക്ക് കേട്ടോ. ദെൻ കം ടു റെക്റ്റം. റെക്റ്റത്തിൽ നമുക്ക് കിട്ടുന്നത് ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ, കോളറ, ഹെമറോയിഡ്സ്, വേംസ്. ഇത്രയും റൂബ്രിക്സ് ആണ് മെയിനായിട്ട് നമുക്ക് റെക്റ്റത്തിൽ കിട്ടുക കേട്ടോ. റെക്റ്റം, ഡയേറിയ, കോൺസ്റ്റിപ്പേഷൻ, കോളറ, ഹെമറോയിഡ്സ് ആൻഡ് വേംസ്. റെക്റ്റം, കോൺസ്റ്റിപ്പേഷൻ, ഇത്രയും സബ് റൂബ്രിക്സ് ഒക്കെ വരുന്നത് നമുക്ക് വേണമെങ്കിൽ ഹോം അവേ ഫ്രം ഡയേറിയ, എന്താണ് കോൺസ്റ്റിപ്പേഷൻ, ഹോം അവേ ഫ്രം, അത് റെക്റ്റം, കോൺസ്റ്റിപ്പേഷൻ, ഹോം അവേ ഫ്രം. അതുപോലെ യൂറിനേഷൻ ക്യാൻ പാസ് സ്റ്റൂൾ ഓൺലി വെൻ, അത് റെക്റ്റം, കോൺസ്റ്റിപ്പേഷൻ, യൂറിനേറ്റിംഗ് ക്യാൻ ഓൺലി പാസ് സ്റ്റൂൾ ഓൺലി വെൻ. ദെൻ ഡ്രഗ്സ് ആഫ്റ്റർ അബ്യൂസ് ഓഫ്, ലാക്സേറ്റീവ്സ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ട് കോൺസ്റ്റിപ്പേഷൻ വന്നു, അപ്പോൾ എടുക്കുന്ന റൂബ്രിക്കാണ് റെക്റ്റം, കോൺസ്റ്റിപ്പേഷൻ, ഡ്രഗ്സ് ആഫ്റ്റർ അബ്യൂസ് ഓഫ്. ദെൻ ഹോം അവേ ഫ്രം, സ്റ്റൂൾ പാസസ് ഈസിയർ വൈൽ സ്റ്റാൻഡിങ്, അത് റെക്റ്റം, കോൺസ്റ്റിപ്പേഷൻ്റെ അണ്ടറിലാണ്, സ്റ്റൂൾ പാസസ് ഈസിയർ വെൻ സ്റ്റാൻഡിങ്. അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു സിംഗിൾ റൂബ്രിക്ക് മാത്രം നമുക്ക് ചോദിക്കാൻ, നമ്മൾ വിചാരിക്കും ഡയറി ആണെന്ന് വിചാരിക്കും, പക്ഷെ നോട്ട് ഡയറിയ, ഇറ്റ്സ് അണ്ടർ കോൺസ്റ്റിപ്പേഷൻ. സ്റ്റൂൾ റിമൈൻ ലോങ് ഇൻ റെക്റ്റം, കോൺസ്റ്റിപ്പേഷൻ, സ്റ്റൂൾ റിമൈൻ ലോങ് ഇൻ റെക്റ്റം. സോഫ്റ്റ് സ്റ്റൂൾ, ഡിഫിക്കൽട്ട് ടു പാസ്. unable to pass stool in presence of nurse, അത് ആംബ്രാഗ്രേസിയാണ് മെഡിസിൻ. ഇതേ സിംറ്റം unable to pass urine in presence of others ആണെങ്കിൽ ഏതാണ് മെഡിസിൻ വരുന്നത്? സ്റ്റൂളിന് പകരം യൂറിൻ ആണെങ്കിൽ, സ്റ്റൂൾ ആണെങ്കിൽ ആംബ്രാഗ്രേസിയ, യൂറിൻ ആണ് unable to pass urine in presence of others, നാട്രോമർ ആണ് മെഡിസിൻ കേട്ടോ, നാട്രോമർ ആണ് മെഡിസിൻ. ലീൻ ടു ബാക്ക് ടു പാസ് എ സ്റ്റൂൾ മസ്റ്റ്, അത് മെഡോറിനാണ് മെഡിസിൻ. ഇതൊക്കെ കംസ് അണ്ടർ കോൺസ്റ്റിപ്പേഷൻ. ദെൻ ഹെമറോയിഡ്സ് എന്നുള്ള റൂബ്രിക് ഉണ്ട്. ദെൻ പ്ലഗ് സെൻസേഷൻ ആസ് എ വെഡ്ജ് ബിറ്റ്വീൻ പ്യൂബിസ് ആൻഡ് കോക്കിക്സ്, ഇത് ഡയറക്റ്റ് പ്ലഗ് സെൻസേഷൻ എന്നാണ് റൂബ്രിക്. ഇങ്ങനെ റൂബ്രിക് വന്നാൽ അതിന്റെ സിംഗിൾ മെഡിസിൻ അലോ ആണ്. പ്ലഗ് സെൻസേഷൻ ആസ് എ വെഡ്ജ് ബിറ്റ്വീൻ പ്യൂബിസ് ആൻഡ് കോക്കിക്സ്, ഇറ്റ്സ് കം അണ്ടർ റെക്റ്റം ചാപ്റ്റർ. പ്യൂബിസ് ആൻഡ് കോക്കിക്സ് റെക്റ്റം ചാപ്റ്ററിലാണ് വരുന്നത്, മെഡിസിൻ അലോസ് ആണ്. അൺനോട്ടീസ്ഡ് സ്റ്റൂൾ, തിൻ വാട്ടറി, പാസസ് വൈൽ യൂറിനേറ്റിംഗ്, റൂബ്രിക് അൺനോട്ടീസ്ഡ് ആണ്, ചാപ്റ്റർ റെക്റ്റ് ആണ്, മെഡിസിൻ യൂറിയാറ്റിക് ആസിഡ്.
Urging, effort, greed, desire pass away with. Anacardium medicine. Urine is discharged but only Lilium tig. വാട്ടർ റണ്ണിങ് ഓഫ് ഹിയർ ഓഫ്, വെള്ളം റൺ ചെയ്യുന്നത് കേട്ടാൽ അർജിങ് ആണെങ്കിൽ ലിസിന. സ്റ്റൂൾ നോട്ട് ഫോർ സ്റ്റൂൾ ബട്ട് ലാക്കസിസ്, അതൊക്കെ അർജിങ്ങിന്റെ സബ് റൂബ്രിക് ആണ്. അബ്സസ് ജസ്റ്റ് ബിലോ കോക്കിക്സ്, ഇങ്ങനെ ഒരു റൂബ്രിക് കണ്ടാൽ നമ്മൾ ഏത് ചാപ്റ്റർ എഴുതും? അബ്സസ് ജസ്റ്റ് ബിലോ കോക്കിക്സ്, കോക്സിക്സിന്റെ താഴെ അബ്സസ് ഉള്ളത്, അത് റെക്ടം ചാപ്റ്ററിൽ അബ്സസ് ജസ്റ്റ് ബിലോ കോക്കിക്സ് എന്നാണ് റൂബ്രിക്. അതുപോലെ തന്നെ അബ്സസ് പെരിനിയത്തിൽ അബ്സസ് ഉണ്ടെങ്കിലും അതും റെക്ടം ചാപ്റ്ററിലാണ് കിട്ടുക കേട്ടോ. അപ്പോൾ നമുക്ക് അബ്സസിന്റെ താഴെ രണ്ട് റൂബ്രിക് ഉള്ളത്, ഒന്ന് പെരിനിയം, ഒന്ന് അബ്സസ് ജസ്റ്റ് ബിലോ കോക്കിക്സ്. ബോത്ത് കംസ് അണ്ടർ റെക്ടം ചാപ്റ്റർ. ദെൻ വേംസ് ഉണ്ട്, നമ്മൾ പഠിച്ചു. റെക്ടം വേംസ്, അസ്കറൈഡ്സ്, റെക്ടം വേംസ് ലംബ്രിക്കോയിഡ്സ്, റെക്ടം വേംസ് ടീനിയ ഫോർ ടീനിയ, ലംബ്രിക്കോയിഡ്സ് പിന്നെ അസ്കറൈഡ്സ്. മൂന്നും വിട്ടു പോകരുത്. മൂന്ന് വേംസിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അസ്കറൈഡ്സ്, ലംബ്രിക്കോയിഡ്സ്, ടീനിയ. ഇറ്റ്സ് ഇൻ ചാപ്റ്റർ റെക്ടം. ബാക്കി രണ്ട് റെപ്പട്ടിലും അത് സ്റ്റൂളിലായിരുന്നു കേട്ടോ. ദെൻ സ്റ്റൂൾ ചാപ്റ്ററിൽ സ്റ്റൂൾ സ്റ്റേറ്റോറി ആണെങ്കിൽ ഫാറ്റി സ്റ്റൂൾ അല്ലേ, സ്റ്റൂൾ ഫാറ്റി ഗ്രീസി. ദെൻ മ്യൂക്കസ് ലൈക്ക് പീസസ് ഓഫ് പോപ്ഡ് കോൺ സ്റ്റൂൾ ആണെങ്കിൽ സിന, അത് മ്യൂക്കസ് എന്നുള്ള റൂബ്രിക്കിന്റെ അണ്ടറിലാണ് വരുന്നത്. പോപ്ഡ് കോൺ സിനയാണ് കേട്ടോ. കോപ്പിയസ് എക്സോസ് ഡസ് നോട്ട് ഫോസ്ഫോറിക് ആസിഡ്. നോട്ടി നോഡുലാർ ലംബി യുണൈറ്റഡ് ബൈ ത്രെഡ് ഓഫ് മ്യൂക്കസ് ഗ്രഫൈറ്റിസ് ആണ്. ഷൂട്ടിംഗ് ഔട്ട് ഇൻ എ ടൊറന്റ് നാട്രം കാർബ്, ഷൂട്ടിംഗ് ഔട്ട് ഇൻ എ ടൊറന്റ് നാട്രം കാർബാണ് കേട്ടോ. ഇതൊക്കെ സ്റ്റൂളിൽ ഡിഫറെന്റ് നേച്ചർ ഓഫ് സ്റ്റൂൾ ആണ് കാണിക്കുന്നത് കേട്ടോ, ഡിഫറെന്റ് നേച്ചർ ഓഫ് സ്റ്റൂൾ. ദെൻ യൂറിനറി ഓർഗൻസ് നമുക്ക് 5 യൂറിനറി ഓർഗൻസ് ഉണ്ട്. ബ്ലാഡർ, കിഡ്നി, പ്രോസ്റ്റേറ്റ്, യുറീത്ര, യൂറിൻ ഇസ് അറേഞ്ച്ഡ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. ബ്ലാഡർ, കിഡ്നി, പ്രോസ്റ്റേറ്റ്, യുറീത്ര, യൂറിൻ. അതിൽ ഫസ്റ്റ് ബ്ലാഡറിൽ വരുമ്പോൾ ബ്ലാഡറിൽ റിറ്റൻഷൻ പറഞ്ഞിട്ടുണ്ട്. യൂറിനേഷൻ എന്നുള്ള റൂബ്രിക് കാണുന്നത് ബ്ലാഡറിലാണ്, അർജിങ് ബ്ലാഡറിലാണ്. ടെനസ്മസ്, ഡിസ്യൂറിയാണ്. ഡിസ്യൂറിയ റിറ്റാർഡഡ് ആൻഡ് സാറ്റിസ്ഫാക്ടറി. ദീസ് ഓൾ മെൻഷൻഡ് അണ്ടർ ബ്ലാഡർ ചാപ്റ്റർ. ബ്ലാഡറിൽ കാൽക്കുലേ എന്നുള്ള റൂബ്രിക് ഉണ്ട്. ഹെമറോയിഡ്സ് ഓഫ് എന്നുള്ള റൂബ്രിക്, നമ്മൾ റെക്ടം കൂടാതെ ഹെമറോയിഡ്സ് ഉള്ള റൂബ്രിക് ബ്ലാഡർ ആണ്. നമ്മൾ റെക്ടത്തിൽ ഓൾറെഡി ഹെമറോയിഡ്സ് പഠിച്ചു, ബ്ലാഡറിലും ഹെമറോയിഡ്സ് ഓഫ് എന്നുള്ള റൂബ്രിക് ഉണ്ട് കേട്ടോ. പിന്നെ റിറ്റൻഷൻ ഉണ്ട്, അത് ബ്ലാഡറിലാണ്. കൺഫൈൻമെന്റ് ആഫ്റ്റർ ന്യൂ ബോൺ ഇൻഫൻസ്, എൻലാർജ് പ്രോസ്റ്റേറ്റ് ഫ്രം അണേബിൾ ടു പാസ് യൂറിൻ ഇൻ പ്രസൻസ് ഓഫ് കമ്പനി. നമ്മൾ നേരത്തെ പഠിച്ചു അണേബിൾ ടു പാസ് സ്റ്റൂൾ ആണെങ്കിൽ ആംബ്രാഗ്രേസിയ, അത് റെക്ടം കോൺസ്റ്റിപ്പേഷനിലായിരുന്നു. ഇവിടെ നിന്ന് വരുന്നത് യൂറിൻ ബ്ലാഡർ റിറ്റൻഷൻ, യൂറിനറി ഓർഗൻസ് ബ്ലാഡർ റിറ്റൻഷനിലാണ്. ഇൻ പ്രസൻസ് ഓഫ് കമ്പനി അണേബിൾ ടു പാസ് യൂറിൻ. ഇറ്റ്സ് നാട്രം മൂവ്, മെഡിസിൻ ഇസ് നാട്രം മൂവ്. ദെൻ അർജിങ് എന്ന ബ്ലാഡറിൽ അർജിങ് എന്ന റൂബ്രിക്കിൽ മാരീഡ് വുമൺ ന്യൂലി, സ്റ്റഫിയാണ് മെഡിസിൻ. യൂറിനേഷൻ ഇൻവോളണ്ടറി അറ്റ് നൈറ്റ്, നocturnal aneurysm. Perpendicularly urine drops out, hepar is the medicine. And then urination, ഡിസ്യൂറിയന്റെ പിന്നെ സബ് റൂബ്രിക് ആണ് മാരീഡ് വുമൺ ന്യൂലി, അത് സ്റ്റെഫിനെയാണ് മെഡിസിൻ വരുന്നത്. അപ്പോൾ യൂറിനേഷൻ ഡിസ്യൂറിയയിലും ഈ സെയിം റൂബ്രിക് ഉണ്ട്, അതുപോലെ തന്നെ അർജിങ് മാരീഡ് വുമൺ ന്യൂലിലും സെയിം റൂബ്രിക് ഉണ്ട് കേട്ടോ. ദെൻ പോളിപ്പി അഗൈൻ കംസ് അണ്ടർ ബ്ലാഡർ. പിന്നെ ട്യൂമർ ബ്ലാഡർ, കാൽക്കേരിയ ഇസ് ദ മെഡിസിൻ. ദെൻ കം ടു നെക്സ്റ്റ് ചാപ്റ്റർ കിഡ്നി. കിഡ്നിയിലാണ് ഇമ്പോർട്ടൻറ്റ് റൂബ്രിക് അഡിസൺസ് ഡിസീസ്. Apart from kidney, we also get this rubric in the generalities chapter under the rubric convulsions Addison disease. Generalities, convulsions, Addison disease. So Addison's disease in two places, in kidney and also generalities. Kidney direct rubric Addison's disease, generalities, convulsions, Addison disease. Okay. Then inflammation, acute parenchymatous means glomerulonephritis. Kidney inflammation, acute parenchymatous is glomerulonephritis. If inflammation suppurative is given, it's for pyelonephritis. Then kidney, suppression of urine. In bladder, we saw the retention of urine in bladder. Kidney, suppression of urine taken for anuria. So suppression of urine in kidney and retention of urine in bladder. Then comes the prostate chapter. It's the smallest chapter based on page wise, only 2 pages for prostate gland. It's contained 21 rubrics. Okay. Rubric wise, the smallest chapter is hearing, only 4 rubrics. Here is emission of prostatic fluid in a benign hypertrophy of prostate enlargement. Okay. Then comes urethra. Here male and female urethra comes. Fossa navicularis is there and meatus. Male and female urethra, fossa navicularis and meatus.
Urethra, chordae, important rubric ആണ് chordae. Air passes from female urethra during urination. Air passes from female urethra during urination. So here the clue is female urethra. Is in chapter urethra. So the medicine is sarsaparilla only. Sarsaparilla single medicine. Okay. Crawling fossa navicularis. Fossa navicularis is mentioned here. Crawling fossa navicularis. Petroselenium is the medicine. Okay. Then gonorrhea is under urethra, discharge gonorrhea, discharge gleety. Then inflammation meatus is the stricture. Stricture is given under urethra. Urine still flowing sensation. Urine still flowing sensation is come under urethra. Okay. Then urine chapter. Cuticle ആണ് കേട്ടോ. സി ഉണ്ട്, മറന്നുപോയതാണ്, അത് വിട്ടുപോയതായിരിക്കും. Cuticle forming surface of the urine. Cuticle forming surface of the urine. Rubric is cuticle. Okay. Then urine sugar, urine specific gravity increase. This taken for diabetes mellitus. Urine sugar, urine specific gravity increased. In BBCR we get urine saccharin. In TPB urine glycosuria for diabetes mellitus. Okay. Here the urine sugar, urine specific gravity increased. Then urine specific gravity decreased for diabetes insipidus. Diabetes insipidus. Then eclampsia. Eclampsia, for eclampsia we can, now direct rubric is the urine albuminous can be considered. Urine albuminous. Okay. Urine albuminous. And also here is the two rubrics: generalities, convulsion, pregnancy during, and urine albuminous pregnancy during. These two rubrics can be considered for eclampsia. Okay. Generalities, convulsion, pregnancy during, urine albuminous pregnancy during for eclampsia. Okay. Then hematuria, urine bloody. Eclampsia is a direct rubric in BBCR in the SNC chapter, and single medicine is Helleboris. Okay. Then urine sediment oxalate, urine sediment phosphate, phosphate crystals, oxalate crystals. Okay. And urine sediment purulent for pus in urine. If there is a pus in urine, we can take the rubric urine sediment purulent. Then urinal calculi. What's rubric for calculi? Urine sediment sand gravel. Urine sediment sand gravel is the rubric for calculi. Then another rubric, urine milky, hydrocephalus in very little but frequent discharge of milky urine with the unconscious and delirium. Apis is the medicine. Okay, apis is the medicine. And come to male genitalia, blenoria of glands, condylomata, butternut shaped hard growth, sabina is the medicine. Elephantiasis scrotum, empedocele, hematocele, sarcocele, varicocele, masturbation, sexual passion, smegma. ഒക്കെ മെയിൽ ജെനിറ്റാലിയലാണ്. പിന്നെ ക്രാബ് ലൈസ് മെയിൽ ജെനിറ്റാലിയലാണ്. അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ജെനിറ്റാലിയ മെയിലാണ് ക്രാബ് ലൈസ്. ലൈസ് കാണുന്നത് ഹെഡിൽ ലൈസാണ്. ലൗസിനസ് എന്നുള്ളത് സ്കിന്നിൽ ലൗസിനസ് ആണ്. ലൗസിനസ് വരുന്നത് കേട്ടോ. സീ ലൈസ് അറ്റ് നൈറ്റ് ഡ്യൂറിങ് സ്ലീപ്പ് വരുന്നത് സ്ലീപ്പ് ഡ്രീംസ് വെർമിൻസ്. ഡ്രീംസിലാണ് വെർമിൻസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ലൈസിനെ പറ്റിയിട്ടുള്ള റൂബ്രിക്സ് ഇൻ ദ കെൻ റെപ്പർട്ടറി. ക്രാബ് ലൈസ് കംസ് അറ്റ് മെയിൽ ജെനിറ്റാലിയ. ലൈസ് ഹെഡ് ലൈസ്. ലൗസിനസ് സ്കിൻ ലൗസിനസ്. സീ ലൈസ് അറ്റ് നൈറ്റ് ഡ്യൂറിങ് സ്ലീപ്പ് ഡ്രീംസ് വെർമിൻസ്. Okay. Then impotency. Impotency is mentioned genitalia male erection wanting. Genitalia male erection wanting. For sterility in the female genitalia, genitalia female sterility is mentioned. So sterility comes under female genitalia, impotency comes under male genitalia. Child handles genitals with a spasm. Genitalia male handles child with a spasm. Okay. And also in gestures also handles genitals also mentioned in the mind gestures. Handles genitals. Okay. Then balanitis, genitalia male inflammation, glands, penis is considered as balanitis. Then phimosis, where we get phimosis? Genitalia male phimosis, paraphimosis. Phimosis is the main rubric, paraphimosis is the sub rubric. Okay, sub rubric. So phimosis is the direct rubric, paraphimosis comes under phimosis. Then orchitis, genitalia male inflammation, testis. Genitalia male swelling, testis, mumps from orchitis from mumps. Face inflammation, parotid metastasis to testis. We already seen that this under face and genitalia male we get both. In both chapters we get orchitis from mumps. Okay. Then premature ejaculation, genitalia male, seminal discharge, Q2.
Genitalia male, seminal discharge, Q2 for premature ejaculation. Then genitalia female, here abortion. Female genitalia abortus is mentioned where? Menstruation, under menstruation comes abortus, okay, in TPB. Genitalia female abortion. Female genitalia abortion, atony uterus, diphtheritic exudations. It's a rubric in genitalia female. Then flatus from vagina, physometra. Leukorrhea is a rubric. Menopause is a rubric. Then menses is a big rubric. Menses absent amenorrhea is for amenorrhea. Molliment only a spot. Spots of blood is only. So molliment only. Then before the proper age, premature. Precocious puberty, menses before proper age. Delayed in girls, first menses. Delayed puberty, delayed in girls, first menses. Then dysmenorrhea, the rubric is menses painful dysmenorrhea. Menses painful dysmenorrhea. Then the genitalia female, tumors, uterus, fibroid is for taken for fibroid, and also another rubric menorrhagia, fibroid from. So two rubric related to fibroid, tumors, uterus, fibroid, then menorrhagia, fibroid from. Then rubric for PCOD, genitalia female, tumors, ovary cyst. Tumors, ovary cyst. Then hydatid for mole, genitalia female, moles. Menses appear as if would. In abdomen chapter, we already learned that abdomen pain, menses would appear, and also in female genitalia, menses appear. So two chapters with the menses appear as if would. Abdomen in the under pain, here the direct from menses appear. So two chapters, abdomen also in genitalia female, we can see menses appear as if would. Okay. Genitalia female vaginismus is a direct rubric. Genitalia female menses amelioration of all complaints during. So all complaints amelioration during menstruation is given in genitalia female. If aggravation of all complaints during menses is given under generalities chapter. Menses aggravation is given under generalities chapter. Amelioration of menses is given under genitalia female. So here we get fibroid, PCOD, hydatid from mole, and also vaginismus, leukorrhea, menopause, abortion, etc. Okay. Then come to larynx and trachea. In larynx and trachea chapter, we get larynx, trachea, throat pit, epiglottis, vocal cord, croup, voice. Okay. Nodules of vocal cord, larynx and trachea, polyps larynx is the rubric. Hold the larynx on cuffing, larynx and trachea, supports is the rubric, supports the rubric. Hold the head on cuffing, please note down, hold the head on cuffing. Here the rubric is head, hands, hold the head with on cuffing. Then laryngismus stridulus for asthma milleri rubric is the laryngismus stridulus, asthma milleri. Then voice broken attempting to sing, high when. Medicine is phosphorus. Single medicine for edema of vocal cord is lachesis. Edema of vocal cord, lachesis. So here comes larynx, trachea, epiglottis, vocal cord, and croup. We get two groups, two chapters with the groups. One the larynx and trachea, one group. Then cardiac group is come under chest. Cardiac group cardiac is come under chest. Here the group is larynx and trachea related group. Okay. Then comes the chapter perspiration. We have three chapters related to fever, perspiration, chill, and fever. Here the perspiration. Respiration, forgot. മാറിപ്പോയത് കേട്ടോ, റെസ്പിറേഷൻ ആണ്. റെസ്പിറേഷൻ ചാപ്റ്ററിൽ ആസ്മാറ്റിക് ഉണ്ട്, ഡിഫിക്കൽട്ട് ഉണ്ട്, സൈയിങ് ഉണ്ട്, സോബിങ് ഉണ്ട്, സ്നോറിങ് ഉണ്ട്, പാൻറ്റിങ് ഉണ്ട്, ഗ്യാസ്പിംഗ് ഉണ്ട്. ഇതൊക്കെ റൂബ്രിക് ആണ് റിലേറ്റഡ് ടു റെസ്പിറേഷൻ. റെസ്പിറേഷൻ ആണ്. ഞാൻ അറിയാണ്ട് പേഴ്സ്പിറേഷൻ എന്ന് പറഞ്ഞു പോയതാ കേട്ടോ. റെസ്പിറേഷൻ ആണ് കേട്ടോ. ആസ്മാറ്റിക്, ഡിഫിക്കൽട്ട്, സൈങ്, സ്നോറിങ്, സ്നോബിങ്, പാൻറ്റിങ്, ഗ്യാസ്പിംഗ് ഇതൊക്കെ റൂബ്രിക് ആണ് റെസ്പിറേഷൻ ചാപ്റ്ററിൽ കേട്ടോ. നമ്മൾ പഠിച്ചു ഹോട്ട് ബ്രത്ത് കിട്ടുന്നത് റെസ്പിറേഷനിലാണ് പഠിച്ചു. ഗ്യാസ്പിംഗ് റെസ്പിറേഷൻ ആണ്. ചെസ്റ്റ് ഒപ്രഷൻ കിട്ടുന്നത് പക്ഷേ ചെസ്റ്റിലാണ്. അപ്പോൾ ഗ്യാസ്പിംഗ് കിട്ടുന്നത് റെസ്പിറേഷനിലാണ്, ഒപ്രഷൻ കിട്ടുന്നത് ചെസ്റ്റിലാണ് കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ കുറെ പഠിച്ചു വെച്ചെന്ന് ചോദിച്ചാൽ ഒപ്രഷൻ എവിടെയെന്ന് ചോദിച്ചാൽ റെസ്പിറേഷനിലല്ല, അത് കിട്ടുന്നത് ചെസ്റ്റിലാണ് ഒപ്രഷൻ. Then respiration irregular, slow at one at a time and hurried at one time. It's taken for chain stroke respiration. Rubric direct rubric illa, slow at one at a time
and hurried at one time. Slow at another time and hurried at one time is taken for chain stroke respiration. Respiration irregular is the rubric. This is the sub rubric. നമുക്ക് ചെയിൻ സ്റ്റോക്ക് റെസ്പിറേഷൻ ഡയറക്റ്റ് ആയിട്ട് റെസ്പിറേഷനിൽ കിട്ടുന്നത് BBC-Rലായിരുന്നു. BBC-Rൽ ചെയിൻ സ്റ്റോക്ക് റെസ്പിറേഷൻ ഡയറക്റ്റ് റൂബ്രിക്കാണ് മെഡിസിൻ ആൻഡ് ഇൻ ടാർട്ട്. ഓക്കെ. ദെൻ റെസ്പിറേഷൻ സ്നോറിങ് നമ്മൾ സ്ലീപ്പിലാണെന്ന് വിചാരിക്കരുത്, റെസ്പിറേഷനിലാണ് സ്നോറിങ്. അതുപോലെ തന്നെ കോമ എന്നുള്ള റെസ്പിറേഷനിലല്ല, സ്ലീപ്പിലാണ് കൊമറ്റോസ്. സോ റെസ്പിറേഷൻ, സ്നോറിങ്, സ്ലീപ്പ്, കൊമറ്റോസ്. ദെൻ കം ദ ചാപ്റ്റർ കഫിലാണ് നമുക്ക് ബിഗ്ഗസ്റ്റ് റൂബ്രിക്ക് കിട്ടുന്നത്. കഫ്, ലൈങ്, ഫേസ് എന്ന് തുടങ്ങുന്ന റൂബ്രിക്കാണ് ബിഗ്ഗസ്റ്റ്. അതിൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ മെഡോറിനാണ്. കഫ്, ലൈങ്, ഫേസ്, അതാണ് ബിഗ്ഗസ്റ്റ് റൂബ്രിക്ക്, മെഡോ. സെക്കൻഡ് ബിഗ്ഗസ്റ്റ് റൂബ്രിക് എന്ന് പറഞ്ഞാൽ കഫ് ക്രൂപ്പി എന്ന് പറഞ്ഞ റൂബ്രിക്കാണ്, വിത്ത് സോപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അതിൻ്റെ മെഡിസിൻ വരുന്നത് സാംബുക്കസ് ആണ്. അപ്പോൾ രണ്ടും കിട്ടുന്നത് കഫ് ചാപ്റ്ററിലാണ്, കഫ് ലൈങ്, കഫ് ക്രൂപ്പി. കഫ് ലൈങ് ഇസ് ദ ലാർജസ്റ്റ് റൂബ്രിക്. സോ ലാർജസ്റ്റ് അല്ല, ലോങ്സ്റ്റ് റൂബ്രിക് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. മെഡോറിനം, കഫ് ക്രൂപ്പി ഇസ് ദ സെക്കൻഡ് ലോങ്സ്റ്റ്, സാംബുക്കസ്. നമുക്ക് ഏറ്റവും വലിയ റൂബ്രിക് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രിമിറ്റീസിൽ പെയിൻ എന്ന് പറഞ്ഞ റൂബ്രിക്കാണ്. അത് റൂബ്രിക്കും സബ് റൂബ്രിക്സും കൂടിയിട്ട് ഏകദേശം 248 പേജസ് ഒക്കെ ഉണ്ട്. ഏറ്റവും റൂബ്രിക്കിന് സബ് റൂബ്രിക്കിന് ലെങ്ത് വരുമ്പോൾ കേട്ടോ. ഇത് ലോങ്സ്റ്റ് റൂബ്രിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചാപ്റ്റർ സ്റ്റാർട്ടിങ് വിത്ത് ഡേ ടൈം. നമ്മൾ നേരത്തെ പഠിച്ചു, ഡേ ടൈം എന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 3 ചാപ്റ്റർ ഉള്ളത് എക്സ്പെക്ട്രേഷനും കഫും ജനറാലിറ്റീസിലുമാണ്. ഡേ ടൈം എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്പെക്ട്രേഷൻ, കഫ് ആൻഡ് ജനറാലിറ്റീസ്. ദെൻ ക്രോണിക് ഡ്രൈ കഫ് ഇൻ പൈനിങ് ബോയ്സ്, മെഡിസിൻ ഇസ് ലൈക്കോപോഡിയം. ഫ്ലാറ്റസ് പാസിംഗ് അംബ്ലറേഷൻ ഇറ്റ്സ് സീൻ ഇൻ കഫ് ചാപ്റ്റർ. നമുക്ക് ഫ്ലാറ്റസ് പാസിംഗ് അംബ്ലറേഷൻ എന്ന് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യനിൽ തരുള്ളൂ. അപ്പം നമ്മൾ ജനറാലിറ്റീസ് ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും, അബ്ഡമനിലാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ രക്തത്തിലാണെന്ന് വിചാരിക്കും. പക്ഷേ അതൊന്നും അല്ല. ഇസ് ഇൻ കഫ് ചാപ്റ്റർ, ഫ്ലാറ്റസ് പാസിംഗ് അബ്ലറേഷൻ, ഓൺലി മെഡിസിൻ ഇസ് സാങ്ക്വിനേറിയ. Sanguinaria is the medicine. Then we have another chapter, expectoration. Here the nature of different types of expectoration is mentioned. Okay. Then comes chest. Chestil axilla ഉണ്ട്, axillary glands ഉണ്ട്, പിന്നെ ചെസ്റ്റ് പ്രോപ്പർ ഉണ്ട്. അപ്പോൾ അഞ്ചൈന പെക്ടോറിസ് കാണുന്നത് ചെസ്റ്റിലാണ്, സ്റ്റെനോകാർഡിയ കാണുന്നത് ചെസ്റ്റിലാണ്, അറ്റ്ലക്ടാസിസ് കാണുന്നത് ചെസ്റ്റിലാണ്, ഡ്രോപ്സി ഹൈഡ്രോത്രാക്സ്, എംഫൈസിമ, എംപൈമ, ഹെപ്പറ്റൈസേഷൻ ഓഫ് ലങ്സ് കാണുന്നത് ചെസ്റ്റിലാണ്, ഹൈപ്പർട്രോഫി ഓഫ് ഹാർട്ട് ഓഫ് കാണുന്നത് ചെസ്റ്റിലാണ്, മർമേഴ്സ് ഉണ്ട്, ക്രൂപ്പ് കാർഡിയാക്ക് നമ്മൾ പറഞ്ഞു, കാർഡിയാക് ക്രൂപ്പ് ഉണ്ട്, അത് സ്പോഞ്ചിയാണ് സിംഗിൾ മെഡിസിൻ കൊടുത്തിട്ടുള്ളത്, അത് കാണുന്നത് ചെസ്റ്റിലാണ്. പിന്നെ നമ്മൾ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് എന്ന റൂബ്രിക്, ചെസ്റ്റ് ഇൻഫ്ലമേഷൻ, ഹാർട്ട് എൻഡോകാർഡിയം ഇസ് റൂബ്രിക് ഫോർ ഇൻഫെക്റ്റീവ് എൻഡോകാർഡിയം. ദെൻ ചെസ്റ്റ് ഇൻഫ്ലമേഷൻ, ഹാർട്ട് എൻഡോകാർഡിയം, rheumatic endocarditis, rubric for rheumatic endocarditis. Then chest inflammation, heart pericardium is for pericarditis. Then another rubric, chest milk, child refuses mother's milk, and also seen in stomach chapter, also stomach aversion, milk, mothers. Okay, actual rubric is in chest chapter, milk, child refuses mother's milk. So note on infective endocarditis, rheumatic endocarditis and pericarditis. Then chest cease sensation as if heart would fierce unless constantly on move, the heart will cease. Gelsemium is the medicine. The rubric is cease, and the chapter chest. Then comes thysis pulmonalis. Some rubric ഒരുപാട് ഉണ്ട്. Thysis pulmonalis, Florida means full blown TB, full blown case of TB. Incipient is the beginning stage, primary complex. Incipient beginning stage, primary complex. Pituitous means more phlegm, with more phlegm. Then generalitis pulmonalis, thysis pulmonalis, stone cutters. Also there is ഒരു subrubric ആയിട്ട് stone cutters ഉണ്ട്. അതും thysis pulmonalisലും ഉണ്ട്. stone cutters നമുക്ക് വേറെ എവിടെ കിട്ടാം? നമുക്ക് generalitisലും stone cutters എന്ന് കിട്ടും. stone cutters എന്ന് മെൻഷൻ ചെയ്ത് 2 സ്ഥലത്താണ്. ഒന്ന് generalitis stone cutters for, രണ്ടാമത് thysis pulmonalisൽ സ്റ്റോൺ കട്ടേഴ്സ്. 2 സ്ഥലത്താണ് സ്റ്റോൺ കട്ടേഴ്സ് ഉള്ളത് കേട്ടോ. ദെൻ കംസ് ദ ബാക്കിൽ ബൈഫിഡ ഉണ്ട്, സ്പൈന ബൈഫിഡ ഒക്കെ എടുക്കുന്ന റൂബ്രിക്കാണ്. സ്കിൻ ഓഫ് നെക്ക് ബ്രൗൺ ആൻഡ് ഗ്രീസി, അത് കിട്ടുന്നത് റൂബ്രിക്ക് ബ്ലാക്കിൽ, ബ്രൗൺ സ്പോട്ടിൽ സ്കിൻ ഓഫ് നെക്ക് ബ്രൗൺ ആൻഡ് ഗ്രീസി എന്നാണ് റൂബ്രിക്ക് കേട്ടോ. ബ്ലാക്കിൽ ബ്രൗൺ സ്പോട്ട്, സ്കിൻ ഓഫ് നെക്ക് ബ്രൗൺ ആൻഡ് ഗ്രീസി. Then embryothotonus, opisthotonus, swelling dorsal region, അത് നമുക്ക് ബഫലോ ഹെമ്പിന് എടുക്കുന്ന റൂബ്രിക്കാണ്, സ്വെല്ലിംഗ് ഡോർസൽ റീജിയൻ. ദെൻ കർവേച്ചർ ഓഫ് സ്പൈൻ, നമുക്ക് കൈഫോസിസ് സ്കോളിയോസിസ് എടുക്കുന്ന റൂബ്രിക്കാണ് കർവേച്ചർ ഓഫ് സ്പൈൻ. സോഫ്റ്റനിങ് ഓഫ് സ്കോഡ്,
മൈലോമലീഷ്യ. സ്പൈനൽ മെനിഞ്ചൈറ്റിസ് കിട്ടുന്നത് ബാക്കിലാണ്. നമുക്ക് സെറിബ്രൽ മെനിഞ്ചൈറ്റിസ് എവിടെ നിന്നാണ് കിട്ടുക? സെറിബ്രൽ മെനിഞ്ചൈറ്റിസ് കിട്ടുന്നത് ഹെഡിലും സ്പൈനൽ മെനിഞ്ചൈറ്റിസ് കിട്ടുന്നത് ബാക്കിലുമാണ് കേട്ടോ. നമ്മൾ പഠിച്ചില്ലേ, ഇൻഫ്ലമേഷൻ മെനിഞ്ചസ് എന്ന് പഠിച്ചില്ലേ? അപ്പം സെറിബ്രൽ മെനിഞ്ചൈറ്റിസ് കിട്ടുന്നത് ഹെഡ് ചാപ്റ്ററിലും സ്പൈനൽ മെനിഞ്ചൈറ്റിസ് കിട്ടുന്നത് ബാക്ക് ചാപ്റ്ററിലുമാണ് കേട്ടോ. Then comes extremities, the biggest chapter, right? Here over particularization, കുറേ particular ആയിട്ട് സിംഗിൾ അങ്ങനെ റൂബ്രിക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഓവർ ജനറലൈസേഷൻ ഈസ് ഗിവൺ. ആരായിരുന്നു ഓവർ ജനറലൈസേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്? അത് ബോണിംഗ്ഹൗസൻ ആയിരുന്നു. ഓവർ പർട്ടിക്കുലറൈസേഷൻ ആരാണുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കെന്റ് ആണ് കേട്ടോ. അപ്പോൾ മാറിപ്പോവരുത്. ഓവർ ജനറലൈസേഷൻ ബിക്കോസ് ഓഫ് ഗ്രാൻഡ് ജനറലൈസേഷൻ, ഡോക്ട്രിൻ ഓഫ് അനലോഗി, ഗ്രാൻഡ് ജനറലൈസേഷൻ അത് ബോണിംഗ്ഹൗസൻ ആണ്. ഓവർ ജനറലൈസേഷൻ, ഓവർ പർട്ടിക്കുലറൈസേഷൻ എന്ന് പറയുന്നത് കെന്റ് ആണ്. കെന്റ് മെയിൻലി ഇൻ എക്സ്ട്രിമിറ്റീസ് ചാപ്റ്റർ. പെയിൻ റൂബ്രിക്കിന് 248 പേജസ് ഉണ്ട്. ഹിയർ സയാറ്റിക് നെർവ്, ക്രൂറൽ നെർവ്, ഹിപ്പ് ജോയിന്റ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്വാസ് അബ്സസ് കാണുന്നത് എക്സ്ട്രിമിറ്റീസിലാണ്. എക്സ്ട്രിമിറ്റീസ് സ്വാസ്. ആങ്കൈലോസിസ് എന്ന റൂബ്രിക് ഉണ്ട്. പിന്നെ ഗൊണാത്രോ കേസ്, അത് അബ്സസ് നീ ഗൊണാത്രോ കേസ്. ട്യൂബർക്ലസ് ആർത്രൈറ്റിസ് ഓഫ് ദ നീ ആണ്. അബ്സസ് നീ ഗൊണാത്രോ കേസ് എന്നാണ് റൂബ്രിക് കേട്ടോ. പിന്നെ ആന്ത്രാക്സ് കിട്ടുന്നത് എക്സ്ട്രിമിറ്റീസിലാണ്. ആർത്രൈറ്റിക് നൊഡോസിറ്റീസ് കിട്ടുന്നത് എക്സ്ട്രിമിറ്റീസിലാണ്. അറ്റാക്സിയ എക്സ്ട്രിമിറ്റീസിലാണ്. കണ്ടിന്യൂസ്ലി കൗണ്ടിങ് കണ്ടിന്യൂസ്ലി നമുക്ക് 2 സ്ഥലത്ത് കിട്ടും. മൈൻഡിൽ കൗണ്ടിങ് എന്നുള്ള റൂബ്രിക് ഉണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രിമിറ്റീസിൽ മോഷൻ ഫിംഗേഴ്സ് എന്നുള്ള റൂബ്രിക്കും നമുക്ക് വേണമെങ്കിൽ കൗണ്ടിങ് കണ്ടിന്യൂസ്ലിക്ക് എടുക്കാം കേട്ടോ. മൈൻഡിലാണ് കൗണ്ടിങ് എന്നുള്ള ഡയറക്റ്റ് റൂബ്രിക് ഉള്ളത്. ദെൻ എക്സ്ട്രിമിറ്റീസിലാണ് നമുക്ക് ബുനിയൻസ് കിട്ടുക. ബേഴ്സെ ഔസ്മൈറ്റ്സിന് കിട്ടുന്നത് എക്സ്ട്രിമിറ്റീസിലാണ്. ഫംഗസ് ആർട്ടിക്ലോസിന് എടുക്കുന്ന റൂബ്രിക് എക്സ്ട്രിമിറ്റീസ് സ്വെല്ലിംഗ് നീ വൈറ്റ് ആണ്. കൊറിയ നമുക്ക് എക്സ്ട്രിമിറ്റീസിലും കിട്ടും, ജനറാലിറ്റീസിലും നമുക്ക് കൊറിയ എന്നുള്ള റൂബ്രിക് ഉണ്ട്. ചിൽബ്ലൈൻസ് ഉണ്ട്. കോൺസ് കിട്ടുന്ന എക്സ്ട്രിമിറ്റീസിലാണ്. ഡ്രൂപ്പിംഗ് റിസ്റ്റ് ഡ്രോപ്പ് ഉണ്ട്. ഫെലൻസ് ഉണ്ട്. ഗാംഗ്ലിയോൺ ഉണ്ട്. നോബി ഫിംഗർ എൻഡ്സ് ഉണ്ട്. മിൽക്ക് ലെഗ്, അതായത് ഫ്ലെഗ്മേഷ്യ അൽബഡോളൻസ്, മിൽക്ക് ലെഗ് ഡയറക്റ്റ് റൂബ്രിക് ആണ്. ട്യൂമേഴ്സ് നീ ഹോളോ, നമുക്ക് ബേക്കേഴ്സിന് എടുക്കാൻ പറ്റുന്ന റൂബ്രിക് ആണ്. ട്യൂമേഴ്സ് നീ ഹോളോ ഓഫ് ദ നീയിൽ ട്യൂമർ വരുന്നത് ബേക്കേഴ്സിസ്റ്റ് മെൻഷൻ ചെയ്തിട്ടില്ല, നമുക്കത് ബേക്കേഴ്സിന് എടുക്കാൻ പറ്റുന്ന റൂബ്രിക് ആണെന്നേ ഉള്ളൂ കേട്ടോ. ഇഞ്ചുറീസ് തമ്പ്, കാറ്റ്സ് ബൈറ്റ് എന്ന് മെൻഷൻ ചെയ്തത് ഈ റൂബ്രിക്കിൽ മാത്രമാണ്. എക്സ്ട്രിമിറ്റീസ്, ഇഞ്ചുറീസ്, തംസ്, കാറ്റ്സ് ബൈറ്റ്. പെർസ്പിറേഷൻ ഓഫ് ഹാൻഡ് ആൻഡ് മെഗ്രിം ഇൻ, അതായത് മൈഗ്രെയിൻ്റെ സമയത്ത് പെർസ്പിറേഷൻ ഓഫ് ഹാൻഡ് എന്നുള്ളത് നമുക്ക് എക്സ്ട്രിമിറ്റീസ് ചാപ്റ്ററിലാണ് കിട്ടുക കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കണേ. പിന്നെ എക്സ്ട്രിമിറ്റീസിൽ 2 ഗേറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എക്സ്ട്രിമിറ്റീസ് വാക്കിംഗ് എന്നുള്ള റൂബ്രിക്കിന്റെ അണ്ടറിലാണ്. ഗ്രസസ് ഗാലിനേഷ്യസ് എന്ന് പറഞ്ഞത് ഹെൻ വാക്കിങ്ങും ഗ്രസസ് വാസിനസ് എന്ന് പറഞ്ഞത് കൗ വാക്കിങ്ങും കേട്ടോ. ഗ്രസസ് ഗാലിനേഷ്യൻ ഹെൻ വാക്കിംഗ്, ഗ്രസസ് വാസിനസ് എന്ന് പറഞ്ഞത് കൗ വാക്കിംഗ് ആണ്. ദെൻ കംസ് ദ ചാപ്റ്റർ സ്ലീപ്പിൽ നമുക്ക് യോണിങ് കിട്ടും, പൊസിഷൻ ഡ്യൂറിങ് സ്ലീപ്പ് കിട്ടും, കൊമറ്റോസ് കിട്ടും, ഡ്രീംസ് കിട്ടും. അപ്പോൾ അതിൽ സ്ലീപ്പിൽ റെസ്പിറേഷനിലാണ് നമ്മൾ സ്നോറിങ് പഠിച്ചത് അല്ലേ. അപ്പോൾ സ്നോറിങ് ഒരിക്കലും മാറിപ്പോകരുത്. സ്നോറിങ് ഉള്ളത് റെസ്പിറേഷനിലാണെന്ന് തറോ ആയിട്ട് പഠിക്കണം. പിന്നെ സോംനാബുലിസം ഉള്ളത് മൈൻഡിലാണ്. പക്ഷേ നമുക്ക് TPBയിൽ സോംനാബുലിസം കിട്ടിയത് എവിടെയാണ്? സ്ലീപ്പ് എന്നുള്ള റൂബ്രിക്കിലാണ് സോംനാബുലിസ്റ്റിക് എന്ന് കിട്ടിയത് TPBയിൽ കേട്ടോ. ഇവിടെ പിന്നെ സ്ലീപ്പ് കൊമറ്റോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊമറ്റോസ് കോമ കിട്ടുന്നത് സ്ലീപ്പിലും, സ്നോറിങ് കിട്ടുന്നത് റെസ്പിറേഷനിലും, സോംനാബുലിസം കിട്ടുന്നത് മൈൻഡിലുമാണ് കേട്ടോ. ഹിയേഴ്സ് എവറിത്തിങ് ഇൻ സ്ലീപ്പ്, അതേതാണ് റൂബ്രിക്? സ്ലീപ്പ്, സെമി കോൺഷ്യസ്, ഹിയേഴ്സ് എവറിത്തിങ്. സെമി കോൺഷ്യസ് എന്നാണ് റൂബ്രിക്. സ്ലീപ്പിൽ സെമി കോൺഷ്യസ്, ഹിയേഴ്സ് എവറിത്തിങ്. പിന്നെ ടോസിങ് അബൌട്ട് ഇൻ സ്ലീപ്പ്, അതായത് ഉറക്കത്തിൽ ഇങ്ങനെ റെസ്ലെസ് ആയിട്ട് എങ്ങനെ നടക്കുക, ആണ്ടും കൊണ്ടും ടോസ് ചെയ്തുകൊണ്ട് നിൽക്കുക, അത് എക്സ്ട്രിമിറ്റീസിലാണ് കിട്ടുക. റെസ്ലെസ്നെസ്, സ്ലീപ്പ് ഡ്യൂറിങ്, അത് കോസ്റ്റിക് ആണ് മെഡിസിൻ കേട്ടോ. എക്സ്ട്രിമിറ്റീസ്, റെസ്ലെസ്നെസ്, സ്ലീപ്പ് ഡ്യൂറിങ്, കോസ്റ്റിക്. ദെൻ സ്ലീപ്പ്, ഡ്രീംസ്, നൈറ്റ് മെയർസ് ഉണ്ട്. സ്ലീപ്പ്, ഡ്രീംസ്, ഡിസീസസ് ഉണ്ട് കേട്ടോ. സ്ലീപ്പ്, ഡ്രീംസ്, നൈറ്റ് മെയർസ്, സ്ലീപ്പ്, ഡ്രീംസ്, ഡിസീസസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ലീപ്പിലുള്ള റൂബ്രിക്സ്. സ്നോറിങ് റെസ്പിറേഷനാണെന്ന് മറക്കരുത്. സ്ലീപ്പിൽ വരുന്നതാണ് കൊമറ്റോസ്. പിന്നെ നൈറ്റ് മെയർസിന് സ്ലീപ്പ്, ഡ്രീംസ്, നൈറ്റ് മെയർസ്, സ്ലീപ്പ്, ഡ്രീംസ്, ഡിസീസസ്. ദെൻ കംസ് ചില്ല്, പെർസ്പിറേഷൻ, ഫീവർ. 3 ചാപ്റ്ററാണ് റിലേറ്റഡ് ടു ഫീവർ കേട്ടോ. ചില്ല് ഈ നമ്മൾ പഠിച്ചു ഇൻ ജനറൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റേഴ്സ്, അതായത് ചില്ലിൽ കോൾഡസ് ഇൻ ജനറൽ,
അല്ലെങ്കിൽ ഫീവർ ഹീറ്റ് ഇൻ ജനറൽ, അല്ലെങ്കിൽ പെർസ്പിറേഷൻ ഇൻ ജനറൽ, വെർട്ടിഗോ ഇൻ ജനറൽ. ഇതൊക്കെ വരുന്നത് ഇൻ ജനറൽ എന്ന് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 3 ഫീവേഴ്സും അതുപോലെ തന്നെ വെർട്ടിഗോ ആണ് കേട്ടോ. ഇവിടെ ചില്ലൊരു ടൈം എന്ന് പറഞ്ഞ ഒരു ജനറൽ റൂബ്രിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചില്ലിൽ മാത്രമുള്ള റൂബ്രിക് ആണ് ടൈം. പിന്നെ ചില്ലിനസ് ബിഗിനിങ് എപ്പിഗ്യാസ്ട്രിക് ഫോസ എന്ന് എങ്ങനെ എടുക്കുക? ചിൽ ബിഗിനിങ് സ്കോർബിക്കുലാരിസ് കോഡിസ്. ഇതാണ് റൂബ്രിക്. ചിൽ ബിഗിനിങ് സ്കോർബിക്കുലാരിസ് കോഡിസ്. ചില്ലിനസ് ബിഗിനിങ് ഇൻ എപ്പിഗ്യാസ്ട്രിക് ഫോസ, ചിൽ ബിഗിനിങ് സ്കോർബിക്കുലാരിസ് കോഡിസ്. ഇനി ചിൽ ഓക്കുപ്പൈ ഏർലിയർ എവറി ഡേ, എല്ലാ ദിവസവും ചില്ല് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചിൽ ആൻറ്റിസിപ്പേറ്റിംഗ്, നമുക്ക് ചില്ല് വരുന്ന പോലെ ഒരു ഫീലിംഗ് വരിക, അതാണ് ചിൽ ആൻറ്റിസിപ്പേറ്റിംഗ്. നെക്സ്വോമിക് ആണ് മെഡിസിൻ കേട്ടോ. ചിൽ ആൻറ്റിസിപ്പേറ്റിംഗ് നെക്സ്വോമിക്ക. ഫീവർ ഡ്യൂ ടു ഗെറ്റിംഗ് വെറ്റ് ഇൻ റെയിൻ, മഴ നനഞ്ഞിട്ട് ഫീവർ വരും, അത് ചിൽ എക്സ്പോഷർ റെയിൻ ഡ്യൂറിങ്, അതാണ് റൂബ്രിക് ഉള്ളത് കേട്ടോ. ചിൽ എക്സ്പോഷർ റെയിൻ ഡ്യൂറിങ്. അങ്ങനെ ഫീൽ സ്ലീപ്പി ഡ്യൂറിങ് സ്ലീപ്പ് നോട്ട് ചെയ്യാം. സ്ലീപ്പിനെസ് ഹീറ്റ് ഡ്യൂറിങ് ആണ് റൂബ്രിക്. സ്ലീപ്പിനെസ് ഹീറ്റ് ഡ്യൂറിങ്. പിന്നെ ഫീൽസ് ബെറ്റർ ബിഫോർ ചിൽ എന്നുള്ളത് ജനറാലിറ്റീസ് ചില്ലാണ് റൂബ്രിക്. ഫീൽസ് ബെറ്റർ ബിഫോർ ചില്ല്. ദെൻ ഹീറ്റ് ദെൻ ചിൽ ദെൻ സ്വെറ്റ്, നമ്മൾ ഇങ്ങനെ പറയും കോമ്പൗണ്ട് ഫീവേഴ്സ് അല്ലേ. നമ്മൾ ബാക്കി 2 റെപ്പർട്ടറിയിൽ നമ്മൾ കോമ്പൗണ്ട് ഫീവേഴ്സ് പഠിച്ചു, അല്ലെങ്കിൽ മിക്സപ്പ് ആയിട്ട് വരുന്നത്. ഒന്ന് ഹീറ്റ് കഴിഞ്ഞിട്ട് ചില്ല്, അല്ലെങ്കിൽ ചില്ല് കഴിഞ്ഞിട്ട് ഹീറ്റ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഫീവേഴ്സ് വരുന്നത് കെൻഡില് ഫീവർ ചാപ്റ്ററിൽ സസെഷൻ എന്നാണ് റൂബ്രിക്. ഫീവറിൽ സസെഷൻ എന്നാണ് റൂബ്രിക്. കോമ്പൗണ്ട് ഫീവർ എന്ന് പറഞ്ഞാൽ റൂബ്രിക് ഇല്ല, അത് ഉള്ളത് TPBയിലും BBCRലാണ്. ഹിയർ വി ഗെറ്റ് സസെഷൻ ഇൻ ദ ചാപ്റ്റർ ഫീവർ സസെഷൻ ഹീറ്റ് ഫോളോഡ് ബൈ. ഓക്കെ, അപ്പോൾ ചില്ലിലെ ടൈം എന്നുള്ള ജനറൽ റൂബ്രിക് ഉണ്ടെന്ന് മറക്കരുത്. ചില്ല് ആൻറ്റിസിപ്പേറ്റിംഗ്, പിന്നെ അതുപോലെ തന്നെ റെയിൻ ഡ്യൂറിങ് ഉള്ളത് ചില്ലിലാണെന്ന് മറക്കരുത്. അതുപോലെ തന്നെ ഫീവർ സസെഷൻ ഉള്ളത് ഫീവർ ചാപ്റ്ററിൽ സസെഷൻ. ഓക്കെ, ദെൻ പെർസ്പിറേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. സ്വെറ്റ് ഓൾ ഓവർ എക്സെപ്റ്റ് ഹെഡ്. ഹെഡിലില്ല എന്നുണ്ടെങ്കിൽ പെർസ്പിറേഷനിലാണ് ചാപ്റ്റർ നോക്കേണ്ടത്. പെർസ്പിറേഷൻ ഹെഡ്. ഓക്കെ, ദെൻ സ്വെറ്റ് ഓൾ ഓവർ ദ ബോഡി എക്സെപ്റ്റ് ഫേസ്. ഫേസിലില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ പെർസ്പിറേഷൻ ഫേസ് രണ്ടും കാണുന്നത് പെർസ്പിറേഷൻ ചാപ്റ്ററിലാണ്. ഇനി സ്കാൽപ്പിലാണ് പെർസ്പിറേഷൻ എങ്കിൽ പെർസ്പിറേഷൻ ഓഫ് സ്കാൽപ്പ് എന്നുള്ളത് ഹെഡിലാണ് കാണുക കേട്ടോ. അപ്പോൾ സ്വെറ്റ് വിത്ത് ലൊക്കാസിറ്റി ആണെങ്കിൽ ലൊക്കാസിറ്റി, മൈൻഡിൽ ലൊക്കാസിറ്റി പെർസ്പിറേഷൻ ഡ്യൂറിങ് ആണ് എടുക്കുന്നത്. സ്വെറ്റ് വിത്ത് പാൽപിറ്റേഷൻ ആണെങ്കിൽ ചെസ്റ്റിൽ പാൽപിറ്റേഷൻ പെർസ്പിറേഷൻ ഡ്യൂറിങ് ആണ് എടുക്കുന്നത് കേട്ടോ. പെർസ്പിറേഷൻ പ്രൊഫ്യൂസ് സിറ്റിംഗ് ക്വയറ്റ്ലി വെൻ മെഡിസിന് കാലിബൈക്ക്. പെർസ്പിറേഷൻ പ്രൊഫ്യൂസ് സിറ്റിംഗ് ക്വയറ്റ്ലി വെൻ കാലിബൈക്ക്. പ്രൊഫ്യൂസ് അൺകവേർഡ് പാസ് എക്സെപ്റ്റ് ഹെഡ് ഓൺ, ഹെഡിലില്ലാതെ തുജ. പ്രൊഫ്യൂസ് യൂറിനേഷൻ ഡയേറിയ കോപ്പിയസ്. യൂറിനേഷൻ ഡയേറിയ കോപ്പിയസ് ആണെങ്കിൽ അക്രണൈറ്റ്. പെർസ്പിറേഷൻ അഗ്രവേഷൻ എന്നുള്ള റൂബ്രിക് കിട്ടുക നമുക്ക് ജനറാലിറ്റീസ് ചാപ്റ്ററിലാണ് പെർസ്പിറേഷൻ അഗ്രവേഷൻ എന്നുള്ള റൂബ്രിക് കിട്ടുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചില്ലിലാണ് നമ്മളിപ്പോൾ നമ്മുടെ മലേറിയന്റെ ഇന്റർമിറ്റന്റ് ഡിസീസിന്റെ കൊട്ടീഡിയൻ, ടെർഷ്യൻ അങ്ങനെ പറയുന്ന കുറെ നേച്ചർ ഇല്ലേ. ടെർഷ്യൻ, കൊട്ടീഡിയൻ, കോട്ടൺ ഒക്കെ നമ്മൾ പഠിച്ചില്ലേ. BBCRൽ നമ്മൾ പഠിച്ചു, പത്തോളജിക്കൽ ടൈപ്സിൽ പഠിച്ചു അല്ലേ. അതുപോലെയുള്ള ആ ടൈപ്സ് ഒക്കെ കിട്ടുന്നത് നമുക്ക് ചില്ലിലാണ് കേട്ടോ. ഫീവറിലല്ല, ചില്ലിലാണ് കിട്ടുക കേട്ടോ. ഫീവറിൽ ഓൾ പത്തോളജിക്കൽ ടൈപ്സ് ഓഫ് ഫീവർ എക്സെപ്റ്റ് കണ്ടോ കോട്ടൺ, കൊട്ടീഡിയൻ, പെർനീഷ്യസ്, ടെർഷ്യൻ ഒക്കെ നമുക്ക് കിട്ടുന്നത് ചിൽ ചാപ്റ്ററിലാണ്. കോട്ടൺ, കൊട്ടീഡിയൻ, പെർനീഷ്യസ്, ടെർഷ്യൻ ഒക്കെ കിട്ടുന്നത് ചിൽ ചാപ്റ്ററിലാണ്. ബാക്കി എല്ലാ ടൈപ്പ് ഫീവേഴ്സും കിട്ടുന്നത് ഫീവർ ചാപ്റ്ററിൽ. കറ്റാറൽ ഫീവർ, സെറിബ്രോസ്പൈനൽ ഫീവർ, ഫീവർ കണ്ടിന്യൂ, ടൈഫസ്, ടൈഫോയിഡ് ആണ് നമ്മൾ ടൈഫോയിഡ് ഫീവറിന് എടുക്കുന്ന റൂബ്രിക്. എക്സാന്തിമാറ്റസ് ഫീവർ, ഗ്യാസ്ട്രിക് ഫീവർ, ഹെക്ടിക് ഫീവർ, ഇൻഫ്ലമേഷൻ ഫീവർ, ഇൻസീഡിയസ്, ഇന്റർമിറ്റന്റ് ഫീവർ, റെമിറ്റന്റ് ഫീവർ. റെമിറ്റന്റ് ഫീവർ വെച്ചാൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, ഡു നോട്ട് ടച്ച് ദ നോർമൽ. ഓക്കെ, സൈമോട്ടിക് ഫീവേഴ്സ് ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഫീവേഴ്സ് ഒക്കെ എടുക്കുന്നത് സൈമോട്ടിക് ഫീവേഴ്സ് വരുന്നത്. സോ ഫീവർ ഇതിൽ ഓർക്കേണ്ടത് കൊട്ടീഡിയൻ, കോട്ടൺ, പെർനീഷ്യസ്, ടെർഷ്യൻ ഒക്കെ വരുന്നത് ചില്ലിലാണെന്ന് ആലോചിക്കട്ടോ. ചില്ല് ടൈം എന്നുള്ള റൂബ്രിക് ഉണ്ട്. ഈ കോട്ടൺ, കൊട്ടീഡിയൻ, പെർനീഷ്യസ്, ടെർഷ്യൻ ഒക്കെ വരുന്നത് ചില്ലിലാണ്. റെയിൻ ഡ്യൂറിങ് വരുന്നത് ചില്ലിലാണെന്ന് ആലോചിക്കട്ടോ. ഈ ചേഞ്ചിങ് പരോക്സിസംസ് നമ്മൾ ഹോമിയോപ്പതിക് മെഡിസിൻസ് കൊടുത്ത് ചേഞ്ചിങ് പരോക്സിസം കൊടുക്കുകയാണെങ്കിൽ അതിനായിട്ടുള്ള റൂബ്രിക്കാണത്. ഫീവർ, ചേഞ്ചിങ് പരോക്സിസംസ്, അബ്യൂസ് ആഫ്റ്റർ ഹോമിയോപ്പതിക് പൊട്ടൻസീസ്. മെഡിസിന് സെപ്പിയാണ് കേട്ടോ. അബ്യൂസ് ഓഫ് ആഫ്റ്റർ ഹോമിയോപ്പതിക് പൊട്ടൻസീസ് സെപ്പിയ. ഇനി ഡ്രഗ് ഫെയിൽസ് ടു ആക്ട് ഡ്യൂ ടു എക്സസീവ് മെഡിക്കേഷൻ. കുറേ മെഡിക്കേഷൻ കൊടുത്തിട്ട് ഡ്രഗ് ആക്ട് ചെയ്യുന്നില്ല, അതാണെങ്കിൽ ജനറാലിറ്റീസ് ഇറിറ്റബിലിറ്റി വെൻ ടു മച്ച് മെഡിക്കേഷൻ ആസ് ഗിവൺ. അത് മെഡിസിൻ വരുന്നത് ടൂക്രി ആണ്. ജനറാലിറ്റീസിലാണ് വരുന്നത് ഇറിറ്റബിലിറ്റി വെൻ ടു മച്ച് മെഡിക്കേഷൻസ് ആർ ഗിവൺ കേട്ടോ. അത് വരുന്നത് ടൂക്രി. ദെൻ ആബ്സെന്റ് പെർസ്പിറേഷൻ ആബ്സെന്റ് ആണെങ്കിൽ അത് വരുന്നത് ഫീവറിലാണ്. ഫീവർ, പെർസ്പിറേഷൻ ആബ്സെന്റ്.
സ്കിൻ ഡ്രൈ ഇനബിലിറ്റി ടു പെർസ്പയർ, തീരെ പെർസ്പിറേഷൻ ഇല്ലെങ്കിൽ സ്കിന്നിലാണ് വരുന്നത് ഡ്രൈ ഇനബിലിറ്റി ടു പെർസ്പയർ. ദെൻ പരോക്സിസംസ് ഉണ്ട്. ലോങ് ചിൽ, ലിറ്റിൽ ഹീറ്റ്, നോ തേഴ്സ്റ്റ്. ലോങ് ചില്ല് ലോങ് ആണ്, ലിറ്റിൽ ഹീറ്റേ ഉള്ളൂ, പിന്നെ നോ തേഴ്സ്റ്റ് ആണെങ്കിൽ പൾസാരിലാണ് മെഡിസിൻ. ഷോർട്ട് ചില്ല്, ലോങ് ഹീറ്റ്, നോ തേഴ്സ്റ്റ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ ഇപ്പിക്കാക്ക് ആണ് മെഡിസിൻ വരുന്നത് കേട്ടോ. ദെൻ സ്കിന്നുള്ള ചാപ്റ്റർ ഉണ്ട്. സ്കിന്ന് ലിവർ സ്പോട്ട്സ്, അത് സ്കിൻ ഡിസ്കളറേഷൻ ബ്രൗൺ ലിവർ സ്പോട്ട്സ് എന്നാണ് എടുക്കേണ്ടത്. മെലനോട്ടിക് സ്പോട്ട്സ് ആൻഡ് എക്സ്പോഷർ ടു സൺ, അത് ഫ്രക്കിൾസ് ആണ്. സ്കിന്നിലും ഫ്രക്കിൾസ് ഉണ്ട്, ഫേസിലും ഫ്രക്കിൾസ് ഉണ്ട്. ടീനിയ വെസിക്കുലർ അല്ലെങ്കിൽ വിറ്റിലുഗോക്ക് എടുക്കുന്ന റൂബിക്ക് സ്കിൻ ഡിസ്കളറേഷൻ വൈറ്റ് സ്പോട്ട്സ്, സ്കിൻ ഡിസ്കളറേഷൻ വൈറ്റ് സ്പോട്ട്സ്. ഓക്കെ. ദെൻ ഇറപ്ഷൻസ് കുറേ പറയുന്നുണ്ട്. ഇറപ്ഷൻസ് ബോയിൽ, ഇറപ്ഷൻസ് ഓണി, ഫ്രെനോഡർമക്ക് എടുക്കുന്ന റൂബിക്ക് ഇറപ്ഷൻസ് ഓണി, ചിക്കൻ ബോക്സ്, എക്സിമ, ഹെർപ്പറ്റിക് സിസിനേറ്റ് ഫോർ റിംഗ് വേംസ്, സോസ്റ്റർ സോണ ഫോർ ഹെർപ്പിസ് സോസ്റ്റർ. ഓക്കെ, റിംഗ് വേമിന് സ്കിൻ ഇറപ്ഷൻ, ഹെർപ്പറ്റിക് സിസിനേറ്റ്. ദെൻ ഇറപ്ഷനിൽ വരുന്നത് ഇമ്പറ്റിക്കോ വരുന്നുണ്ട്, ലെപ്രസി വരുന്നുണ്ട്, മീസിൽസ് വരുന്നുണ്ട്, ഫാജിഡീനിക് വരുന്നുണ്ട്, പെംഫിക്കസ് വരുന്നുണ്ട്, പെറ്റക്കിയ, സോറിയാസിസ്, സ്കാബിസ്, സ്കെയിലി ഇക്തിയോസിസ്, സ്മോൾ പോക്സ്, സിഫിലിറ്റിക്, അർട്ടിക്കേരിയ, സ്കിൻ ഇറപ്ഷൻ വെസിക്കുല സുഡാമിന ഫോർ പ്രിക്ലി ഹീറ്റ്. സ്കിൻ ഇറപ്ഷൻ വെസിക്കുല സുഡാമിനയാണ് പ്രിക്ലി ഹീറ്റിനുള്ള റൂബിക്. ഇതൊക്കെ ഇറപ്ഷനിൽ വരുന്നത് കേട്ടോ. ദെൻ ഗാംഗ്ലിയ വരുന്നത് സ്കിന്നിലാണ്, ഗാംഗ്ലിയോൺ വരുന്നത് എക്സ്ട്രിമിറ്റീസിലാണ്. ഗാംഗ്ലിയ സ്കിന്നിലും ഗാംഗ്ലിയോൺ വരുന്നത് എക്സ്ട്രിമിറ്റീസിലുമാണ്. പിന്നെ ഗാംഗ്രീൻ എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. നമുക്ക് ജനറാലിറ്റീസിലെ ബ്ലാക്ക്നെസ് ഓഫ് എക്സ്റ്റേണൽ പാർട്സ് എന്നുള്ളത് നമുക്ക് ഗാംഗ്രീൻ എടുക്കാൻ പറ്റുന്ന റൂബ്രിക് ആണ്. ഇൻഡർട്രിഗോ ഉണ്ട്, ലൂപ്പസ് ഉണ്ട്, പിന്നെ ബർത്ത് മാർക്സ്, മോൾസ് നേവി ബർത്ത് മാർക്സ് ഉണ്ട്. റുപ്പിയ ടെർഷ്യറി സിഫിലിസിൽ പറയുന്നതാണ് റുപ്പിയ. സോർ ബിക്കംസ് ഡെക്യുബിറ്റസിനുള്ള റൂബ്രിക് ആണ് സോർ ബിക്കംസ്. വെൻസ് സെബേഷ്യസ് സിസ്റ്റ് ആണ്. ഇനി മോസ്കിറ്റോ അലർജിക്ക് എടുക്കുന്ന റൂബിക്ക് സ്കിൻ സ്റ്റിങ്സ് ഓഫ് ഇൻസെക്ട്, സ്കിൻ സ്റ്റിങ്സ് ഓഫ് ഇൻസെക്ട്. നമ്മൾ ബൈറ്റ് ഓഫ് സ്നേക്ക് ആണെങ്കിൽ നമ്മൾ എവിടെ എടുക്കാം? ജനറാലിറ്റീസിൽ വൂൺസ്, ബൈറ്റ്സ് ഓഫ് പോയിസണസ് സ്നേക്ക് അല്ലേ. അപ്പോൾ മോസ്കിറ്റോ അലർജി സ്കിന്ന് സ്റ്റിങ്സ് ഓഫ് ഇൻസെക്റ്റും, മറ്റേത് ജനറാലിറ്റീസ് വൂൺസ്, ബൈറ്റ്സ് ഓഫ് പോയിസണസ് സ്നേക്കും ആണ് കേട്ടോ. ഓക്കെ, ദെൻ കംസ് ടു ജനറാലിറ്റീസ്. ജനറാലിറ്റീസിൽ അനീമിയ ഉണ്ട്, ലുക്കീമിയ ഉണ്ട്, ക്ലോറോസിസ് ഉണ്ട്, സയനോസിസ് ഉണ്ട്, കാറ്റലപ്സി ഉണ്ട്, കൊറിയ, കൊറിയ നമ്മൾ എക്സ്ട്രിമിറ്റീസിലും പഠിച്ചു, ഇവിടെയും കൊറിയ ഉണ്ട്. കൺവൾഷൻസ്, കൺവൾഷൻസ് ജനറാലിറ്റീസിലാണ് ഉള്ളത്. ഡ്രോപ്സി ഉണ്ട്. ഇമാസിയേഷൻ എന്ന റൂബ്രിക്ക് ജനറാലിറ്റീസിലാണ് മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇമാസിയേഷൻ ചിൽഡ്രൻ ഇൽ എന്നുള്ളതാണ് മരാസ്പസിനുള്ള റൂബ്രിക് കേട്ടോ. മരാസ്പസിനുള്ള റൂബ്രിക്കാണ് ഇമാസിയേഷൻ ചിൽഡ്രൻ ഇൻ. പിന്നെ ബേൺസ് കിട്ടുന്നത് ജനറാലിറ്റീസിലാണ്, ഗ്ലാൻഡേഴ്സ് കിട്ടുന്നത് ജനറാലിറ്റീസിലാണ്. ഒബിസിറ്റി, പിന്നെ ഹിമോഫീലിയക്കുള്ള റൂബ്രിക്ക് ഹെമറേജ്, ബ്ലഡ് ഡസ് നോട്ട് കൊയാഗുലേറ്റ്. നമ്മൾ BBCRൽ ഹിമോഫീലിയ ഡയറക്റ്റ് ആയിട്ട് SNCയിൽ പഠിച്ചു. ഇവിടെ ഡയറക്റ്റ് അല്ല, ഹെമറേജ്, ബ്ലഡ് ഡസ് നോട്ട് കൊയാഗുലേറ്റ് ആണ് ഹിമോഫീലിയ. പിന്നെ ഇൻഡ്യൂറേഷൻ നോട്ടി ലൈക്ക് റോബ്സ്, നമ്മൾ ഹോട്ട്സ്കിൻസ് ഡിസീസിന് എടുക്കുന്ന റൂബ്രിക്കാണ്. പിന്നെ നോഡ്സ് അണ്ടർ സ്കിന്ന് ലിപ്പോമ, നമ്മൾ പറഞ്ഞു ലിപ്പോമ എന്നുള്ള വേർഡ് യൂസ് ചെയ്തുള്ള നോസിലാണ്. ഇവിടെ നമുക്ക് ഇത് നോട്ട്സ് അണ്ടർ ദ സ്കിൻ എന്നുള്ള ലിപ്പോമക്ക് എടുക്കുന്ന റൂബ്രിക്കാണ്. പക്ഷെ ലിപ്പോമ എന്നുള്ള വേർഡ് മെൻഷൻ ചെയ്തിട്ടുള്ളത് നോസ് എന്നുള്ള ചാപ്റ്ററിലാണ് കേട്ടോ. പിന്നെ മീസിൽസ് ആഫ്റ്റർ എന്നുള്ള റൂബ്രിക് ഉണ്ട്. നഴ്സിംഗ് ചിൽഡ്രൻ ഉണ്ട്. പാരാലിസിസ് അജിറ്റൻസ് ഫോർ പാർക്കിൻസോണിസം. സിഡൻഹാം കൊറിയ ഉണ്ട് ഫോർ ഏത് കൊറിയ? റുമാറ്റിക് കൊറിയ അല്ലേ. സിഡൻഹാംസ് കൊറിയ, ജനറാലിറ്റീസ് കൊറിയ, റുമാറ്റിക് കൊറിയ, റുമാറ്റിക്. പിന്നെ പൾസ് എന്നുള്ള റൂബ്രിക് ഉണ്ട്. ലേറ്ററൽ ഫെബ്രിലേഷൻ നമ്മൾ സ്ലോവർ ദാൻ ദ ഹാർട്ട് ബീറ്റ് എന്ന് എടുക്കും. പൾസ് എന്നുള്ള റൂബ്രിക് ജനറാലിറ്റീസിലാണ്. മറ്റേ രണ്ട് റെപ്പർട്ടറി അത് ഫീവറിന്റെ അണ്ടറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പൾസ് എന്നുള്ളത് ജനറാലിറ്റീസിലാണ്. പൾസ് സ്ലോവർ ദാൻ ദ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ഏട്രിയൽ ഫിബ്രിലേഷൻ. പിന്നെ സ്കർവി ഉണ്ട്, അപ്പോപ്ലെക്സി ഉണ്ട്, ബ്രിട്ടിൽ ബോൺസ്, അത് ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റ. ബ്രിട്ടിൽ ബോൺസ് ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റ. സോഫ്റ്റനിങ് ഓഫ് ബോൺ ഉണ്ട്, ഓസ്റ്റിയോമലേഷ്യ, സോഫ്റ്റനിങ് ഓഫ് ബോൺ, ഓസ്റ്റിയോമലേഷ്യ. പിന്നെ നെക്രോസിസ് ഓഫ് ബോൺ ഉണ്ട്, ഇൻഫ്ലമേഷൻ ബോൺ ഉണ്ട്, ഓസ്റ്റിയോമൈലൈറ്റിസ്. പിന്നെ ജനറാലിറ്റീസിൽ സ്ലോ റിപ്പയർ ഓഫ് ബോക്കൺ ബോൺസ് ഉണ്ട്. പിന്നെ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്, അതായത് ഇൻകോണ്ടിനൻസ് ഓഫ് ഫുഡ് അല്ലേ, അതായത് ഫുഡിന്റെ നമുക്ക് പറ്റാത്ത ബുദ്ധിമുട്ട്, നമുക്ക് ഡിസയേഴ്സ് അവേർഷനും പഠിച്ചു. അതുപോലെ തന്നെ ഫുഡിന്റെ ബുദ്ധിമുട്ടുകൾ, ഫുഡ് അഗ്രവേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് അഗ്രവേഷനിൽ ഇവിടെ എടുക്കുക കേട്ടോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡും ഡ്രിങ്ക്സ് ഒക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇൻകോണ്ടിനൻസ് ഓഫ് ഫുഡ്. ദെൻ ക്യാൻസേഴ്സ് അഫെക്ഷൻസ് എന്ന റൂബ്രിക് ഉണ്ട്. അതിൽ എപ്പിത്തീലിയോമ കൊടുത്തിട്ടുണ്ട്, നോമ കൊടുത്തിട്ടുണ്ട്. നോമ വരുന്നത് ക്യാൻസേഴ്സ് അഫെക്ഷൻ ജനറാലിറ്റീസിലാണ്. പിന്നെ ട്യൂമേഴ്സിലാണ് കീലോയിഡ് വരുന്നത്. കീലോയിഡ് എന്നുള്ള കെ അല്ല, ചീലോയിഡ് എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ, ചീലോയിഡ്.
പിന്നെ ത്രോംബോസിസ് ഉണ്ട്. ത്രോംബോസിന് സിംഗിൾ മെഡിസിൻ ആസാൽബാണ്. പിന്നെ വേരിക്കോസ് വെയിനും ഉണ്ട് ജനറാലിറ്റീസിൽ കേട്ടോ. ഫെബ്രൽ ഫിറ്റ്സിന് എടുക്കുന്ന റൂബ്രിക് ജനറാലിറ്റീസ്, കൺവൾഷൻസ്, ഹീറ്റ് ഡ്യൂറിങ്. ജനറാലിറ്റീസ്, കൺവൾഷൻസ്, ഹീറ്റ് ഡ്യൂറിങ് ആണ് ഫെബ്രൽ ഫിറ്റ്സിന് എടുക്കുന്നത്. നമ്മൾ ജനറാലിറ്റീസ് കൺവൾഷൻസിൽ ഹഡിസൺസ് ഡിസീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റൂബ്രിക് ഫോർ ഹെഡ് ലോഡ് വർക്കേഴ്സ്, നമ്മളത് വെയിറ്റ് ഈ ലോഡൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അപ്പൊ അവർക്ക് പെയിന് വരികയാണ് ഒരു വെയിറ്റ് എടുത്തിട്ട്, അപ്പൊ അതിനെടുക്കുന്ന റൂബ്രിക്കാണ് ജനറാലിറ്റീസ് ക്യാരിയിങ് ബാക്കിലാണ് ഒരു വെയിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അലൂമിനിയാണ് മെഡിസിന്. ഹെഡിൽ വെയിറ്റ് എടുത്തിട്ടാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൽക്കേരിയാണ് മെഡിസിൻ. ജനറാലിറ്റീസ് ക്യാരിയിങ് ബാക്ക് അലൂമിന, ക്യാരിയിങ് ഹെഡ് ആണെങ്കിൽ കൽക്കേരിയ. പിന്നെ സ്റ്റോൺ കട്ടേഴ്സ് ഫോർ എന്നുള്ള റൂബ്രിക് ഉണ്ട്. നമ്മൾ ചെസ്റ്റിൽ തൈസിസ് പൾമനാലിസിസും സ്റ്റോൺ കട്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ജനറാലിറ്റീസ് കുറേ പോയ്സണിങ്സ് ലൈക്ക് കൊടുത്തിട്ടുണ്ട്. ആർസനിക് പോയ്സണിങ്, ചൈന, ക്യൂനൈൻ അബ്യൂസ് ഓഫ്, അയൺ അബ്യൂസ് ഓഫ്, ലെഡ് ക്രോണിക് എഫക്ട്സ് ഓഫ്, മെർക്കുറി അബ്യൂസ് ഓഫ്, സിലിക്ക ഓവർ യൂസ് ഓഫ്, വാക്സിനേഷൻ ആഫ്റ്റർ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ജനറാലിറ്റീസിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അനോറക്സിയ നെർവോസക്കുള്ള റൂബ്രിക് എന്താ? മൈൻഡ് ഈറ്റ് റെഫ്യൂസസ് ടു, അതുപോലെ തന്നെ ജനറാലിറ്റീസ് ഇമാസിയേഷൻ ഇൻസാനിറ്റി വിത്ത്. ഈ രണ്ട് റൂബ്രിക്കാണ് നമ്മൾ അനോറക്സിയ നെർവോസക്ക് എടുക്കുന്നത്. മൈൻഡ് ഈറ്റ് റെഫ്യൂസസ് ടു, ജനറാലിറ്റീസ് ഇമാസിയേഷൻ ഇൻസാനിറ്റി വിത്ത്. അപ്പോൾ ബുളിമിയൊക്കെ എടുത്ത ഏതായിരുന്നു? സ്റ്റൊമക്കില് അപ്പറ്റൈറ്റ് റാവിനസ് അല്ലേ, കനൈൻ റാവിനസ്, അപ്പറ്റൈറ്റ് റാവിനസ് കനൈൻ എക്സസീവ്, സ്റ്റൊമക് അപ്പറ്റൈറ്റ് റാവിനസ് കനൈൻ എക്സസീവ് കേട്ടോ. പിന്നെ ബോഡി ഫാറ്റ് ബട്ട് ലെഗ് തിന്നാണെങ്കിൽ നമ്മൾ ജനറാലിറ്റീസിൽ ഒബിസിറ്റിന്റെ അണ്ടറിലാണ് എടുക്കേണ്ടത്. ബോഡി ഫാറ്റ് ബട്ട് ലെഗ് തിന്ന്. പിന്നെ സ്റ്റൂപ്പ് ഷോൾഡേർഡ് ജനറാലിറ്റീസ് സ്റ്റൂപ്പ് ഷോൾഡേർഡ് ഉണ്ട്. ലീൻ പീപ്പിളും ജനറാലിറ്റീസിൽ ലീൻ പീപ്പിൾ ഉണ്ട്. പിന്നെ കംപ്ലൈൻറ്റ് അഗ്രവേഷൻ ഓൺ എക്സ്ട്രീംസ് ഓഫ് ക്ലൈമറ്റ്, രണ്ട് എക്സ്ട്രീം ക്ലൈമറ്റ് പറ്റൂല, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് റൂബ്രിക് എടുക്കാം? ജനറാലിറ്റീസിൽ കോൾഡ് എന്ന റൂബ്രിക്കിൽ ഹീറ്റ് ആൻഡ് കോൾഡ് അതാണ് എടുക്കേണ്ടത് കേട്ടോ. ഹീറ്റ് ആൻഡ് കോൾഡ് അഗ്രവേഷൻ, ജനറാലിറ്റീസ് കോൾഡ്, ഹീറ്റ് ആൻഡ് കോൾഡ് അഗ്രവേഷൻ. പിന്നെ കംപ്ലൈൻസ് ഓൺ ചേഞ്ച് ഓഫ് വെതർ ആണെങ്കിൽ ജനറാലിറ്റീസ് ചേഞ്ച് വെതർ അഗ്രവേഷൻ, ജനറാലിറ്റീസ് ചേഞ്ച് വെതർ അഗ്രവേഷൻ. ഇപ്പം നമ്മൾ മൈൻഡ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ ജനറാലിറ്റീസ് വരെ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ മൈൻഡിന്റെ ഒരു സെക്ഷൻ നമുക്ക് ഇനി വരാൻ പോകുന്നുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് മെൻഷൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. മൈൻഡ് കിൽ, ബാർബർ വാണ്ട് ടു കിൽ ഇസ് കസ്റ്റമർ എന്ന് വരുന്നത് കിൽ എന്നുള്ള റൂബ്രിക്കിന്റെ അണ്ടറിലാണ്. ഡിസൈഡ് ടു കിൽ പേഴ്സൺ ഹു കോൺട്രഡിക്റ്റ്, അതും വരുന്നത് കില്ലിന്റെ അണ്ടറിലാണ്. സഡൻ ഇമ്പൾസ് ടു കില്ല്, അതുപോലെ തന്നെ ത്രോസ് ചൈൽഡ് ഇൻ ടു ഫയർ, അതൊക്കെ വരുന്നത് കിൽ എന്ന അണ്ടറിലാണ് വരുന്നത്. പിന്നെ മൈൻഡ് ഇൻസാനിറ്റി മേക്സ് യൂസ്ലെസ് പർച്ചേസസ്, അത് വരുന്നത് കൊണിയാണ്. മൈൻഡ് ഇൻസാനിറ്റിയിലാണ്. അപ്പം നമുക്ക് ചോദിക്കുക വേണമെങ്കിൽ മേക്സ് യൂസ്ലെസ് പർച്ചേസസ് എന്നായിരിക്കും ചോദിക്കുക. മേക്സ് യൂസ്ലെസ് പർച്ചേസസ്. റൂബ്രിക് വരുന്നത് മൈൻഡ് ഇൻസാനിറ്റി ആണ് റൂബ്രിക്. മേക്സ് യൂസ്ലെസ് പർച്ചേസസ്, കൊണിയമാണ് മെഡിസിന്. സ്ക്വാൻഡേഴ്സ് മണി, ഓൾമോസ്റ്റ് സെയിം മീനിങ് തന്നെ വരുന്നത്. സ്ക്വാൻഡേഴ്സ് മണി ഒറ്റ സിംഗിൾ മെഡിസിനേ ഉള്ളൂ, വെരാട്രം. സ്ക്വാൻഡേഴ്സ് മണി, വെരാട്രം. പിന്നെ കുറച്ച് നമുക്ക് ടേംസ് ഒക്കെ മൈൻഡിൽ പഠിക്കാനുണ്ട്. അഗോറാഫോബിയ എന്ന് പറഞ്ഞെങ്കിൽ പബ്ലിക് സ്പേസ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഓൺ ഗോയിങ് ടു പബ്ലിക്. പിന്നെ ആന്ത്രപ്പോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് പീപ്പിൾ. ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് വാട്ടർ. ക്ലോസ്ട്രോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ക്ലോസ്ഡ് സ്പേസ്. പൊട്ടാപ്പോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് റിവേഴ്സ്. പിന്നെ മോണോമാനിയ എന്നെങ്കിൽ സിംഗിൾ ആക്ടിവിറ്റി തന്നെ ഇങ്ങനെ ലോങ് കണ്ടിന്യൂഡ് ആയിട്ട് നിൽക്കുന്നത് മോണോമാനിയ. ക്ലെപ്റ്റോമാനിയ ആണ് സ്റ്റീലിങ്. ഡിപ്സോമാനിയ ആണെങ്കിൽ ആൽക്കഹോളിക്സ് അല്ലേ. അപ്പോൾ ആൽക്കഹോളിസം എവിടെയാണ് പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണുള്ളത്? മൈൻഡ് ഡിപ്സോമാനിയയിലാണുള്ളത് കേട്ടോ. മൈൻഡ് ഡിപ്സോമാനിയ, മൈൻഡ് മാനിയ അപ്പുട്ടു ഒക്കെ വേണമെങ്കിൽ ഡെലീരിയം ട്രമിൻസ് ഒക്കെ നമുക്ക് പറയാം. പിന്നെ നിംഫോമാനിയ മെൻഷൻ ചെയ്തിട്ടുള്ളത് മൈൻഡിലാണ് കേട്ടോ. അത് ഫീമെയിൽ ജെനിറ്റാലിയലല്ല, മൈൻഡിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് നിംഫോമാനിയ. ദെൻ കുറച്ച് സിംഗിൾ റെമഡി റൂബ്രിക്സ്. അഫക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആർട്ടിഫിഷ്യൽ ബിഹേവിയർ ടു ഇംപ്രസ് അതേഴ്സ് അല്ലേ. അതെന്ന് പറയുന്നത് സ്ട്രമോണിയാണ് സിംഗിൾ മെഡിസിൻ ഉള്ളത്. പിന്നെ ആർഡൻറ്റിൻ്റെ അക്സോമിക്ക മാത്രമേ ഉള്ളൂ. അറ്റിറ്റ്യൂഡ് അസ്യൂം സ്ട്രേഞ്ച് പ്ലംബമാണ്. ബെനവലൻസ് കോഫിയ, നമ്മൾ മദർ തെരേസയ്ക്ക് എടുക്കുന്ന റൂബിക്ക എന്ന് പറയും കോഫിയ. ബ്ലൈൻഡ്നെസ് പ്രിറ്റൻഡഡ് വെരാട്രമാണ്. ബ്ലഡ് കാൺഡ് ലുക്ക് അറ്റ് ഓർ നൈഫ് അലൂമിനയാണ്. കൗണ്ടിങ് കണ്ടിന്യൂസ്ലി നമ്മൾ നേരത്തെ പഠിച്ചു എക്സ്ട്രീമിറ്റീസിൽ മൂവ് ഫിംഗേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കൗണ്ടിങ് കണ്ടിന്യൂസ്, മൈൻഡിൽ കൗണ്ടിങ് ഉണ്ട്. അത് രണ്ടും ഫൈസോസ്റ്റിഗ്മയാണ് മെഡിസിൻ കേട്ടോ. പിന്നെ എക്സെൻട്രിസിറ്റി വെരാട്രം. ഫ്ലാറ്ററി ഡിസയേഴ്സ് പല്ലേഡിയം. ഫർ റാപ്പ് ഇൻ സമ്മർ ഹയോസിയാമസ്. ഹൈപ്പോക്രസി ഫോസ്ഫറസ്. ഇൻസൈറ്റിംഗ് അതേഴ്സ് ഹയോസ്. പ്രിസംപ്റ്റസ് ലൈക്കോ. വെനേറേഷൻ കോഫിയ. മ്യൂട്ടിലേറ്റിംഗ് ഹിസ് ബോഡി ആസാൽബ്. പ്രിക്കോസിറ്റി മെർക്കൂറിയസ്. ഡിസയർ മോർ ദാൻ ഷീ നീഡ്സ് ആസാൽബ്. പീസസ് പാസ്ഡ് ഓൺ ഫ്ലോർ കുപ്രം. ഫയർ വാണ്ട് ടു സെറ്റ് തിങ്സ് ഓൺ ഹെപ്പാറ്. ഇമ്പൾസ് ടു റൺ അയഡം.
ന്യൂ ഒബ്ജക്ട് സീൻ, എല്ലാം ന്യൂ ആയിട്ട് കാണാം. ഹെലിബോറസ്, കട്ട് അതേഴ്സ് ഡിസൈഡ് ടു ലിസിനം, ക്രോളിംഗ് ഓൺ ഫ്ലോർ, ലാക്കസിസ്. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്യുക. ഇനിയും ഒരുപാട് സിംഗുലർ റെമഡി ഉണ്ട്, നമുക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാം. ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കൊന്നും കൂടി ഓർത്തിരിക്കാൻ പറ്റുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് എടുത്ത് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് കെൻ റെപ്പട്രി. ഇനി ഏതെങ്കിലും പോർഷൻസ് ഒന്നുകൂടി എടുത്ത് പറയണോ? ഇത്തിരി സ്പീഡായോ? ഞാൻ ഇത് തീരൂലെന്ന് വിചാരിച്ചിട്ട് സ്പീഡാക്കിയതാണ്, അപ്പോൾ പെട്ടെന്ന് തീർന്ന പോലെ തോന്നുന്നു.